മതം വിടൂ മനുഷ്യനാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ പുതിയൊരു വേർഷനാണ് എന്ത്, മതം ത്യജിക്കൂ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സൂഫികൾ വന്നിട്ടുണ്ടായിരുന്നു. സ്നേഹമാണ് സൂഫിസം. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. സൂഫികൾ ദേശീയ സൂഫികളാണ്. പക്ഷേ ഈ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഏതൊരു സക്കാഫി ഉണ്ട്, സക്കാഫിൻ്റെ പേരെന്തായിരുന്നു, സിബുഗത്തുള്ള സക്കാഫി, അദ്ദേഹത്തിന് എന്തോ ചെറുതായിട്ടൊരു വിഷമം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതാണ് നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ആ വിഷമം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരെയും ഇൻഫ്ലുവൻസിൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം അതാണ് പ്രശ്നം. അപ്പം സിബഹത്തുള്ള സക്കാഫിയുടെ വിഷമമുണ്ട്, പിന്നെ സൂഫികളുടെ വിഷമങ്ങളും ഉണ്ട്. ഈ സിബഹത്തുള്ള സക്കാഫിക്ക് ഇത്ര വിഷമം വരാൻ, മതം ത്യജിക്കൂ മനുഷ്യനെ സ്നേഹിക്കൂ, ഇതിനെന്താ പ്രശ്നം ഉണ്ടാവും? ഇവർക്ക് വല്ലാതെ എന്താണ് പ്രശ്നം? കാര്യം മതം ത്യജിക്കൂ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞതിനകത്ത് ഇപ്പം എനിക്കൊരു പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല കാര്യമായിട്ട്. ഇനിയിപ്പോൾ മൂപ്പർക്ക് എന്താണ് വിഷമം എന്നുള്ളത് എക്സാക്ട്ലി അറിയണമെങ്കിൽ മൂപ്പർ എന്താ പറഞ്ഞത്, എന്താ പുതിയ മുടി എന്താ ഉണ്ടായത്? മൂപ്പര് ഇത് നമ്മളെ മുടി ടീമല്ലേ അതല്ലേ സക്കാഫി അറിയുമ്പോൾ? മുടി ഇടക്കിടക്ക് മുക്കും. മുടി ടീമാണ്. മുടി ടീമിനൊക്കെ ഈ പഴയ സൂഫി സമ്മേളനമൊക്കെ നടത്തിയ ടീം അല്ലേ? അത് നമ്മളെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെയാണ് തോന്നുന്നുണ്ട് ഒരു അഖിലേന്ത്യാ സൂഫി സമ്മേളനം നടത്തി. അതിലൊരു പ്രധാന നമ്മളെ അതിഥിയായിരുന്നു നമ്മളെ ഈ മുടി ടീമിന്റെ മെയിൻ ഷേഖുന, ഗ്രാൻഡ് മുഫ്തി എന്ന് മൂപ്പർക്ക് ഇട്ട പേരാ, മുഫ്തി സാഹിബ്. മൂപ്പരയിലൊരു പ്രധാന അതിഥിയാണ് ഈ മോഡി സാഹിബിന്റെ സൂഫി സമ്മേളനത്തിൽ. പണ്ട് ഇവലൊരു അറബി മാസമൊക്കെ ഉണ്ടായിന് അസക്കാഫ. അപ്പൊ അതില് സയ്യിദ് വാജ്പേയി എന്ന് പറഞ്ഞില്ല, അത് വില്ലാതനെ പറ്റിയ, അത് വില്ലാതനെ പറ്റിയാണ് റഹിമുള്ള എന്ന് പറഞ്ഞത്. ഇതില് സയ്യിദ് വാജ്പേയി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ടീമാണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അറബി ഭാഷയിൽ ഇപ്പൊ ഒരാളെ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരാളെ ഒരു മിസ്റ്റർ വാജ്പേയി എന്നൊക്കെ പറയുന്ന പോലെ സയ്യിദ് വാജ്പേയി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല. ഇനിയിപ്പൊ ഇവരെ ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ള നമുക്ക് അറിയില്ലല്ലോ, കാരണം അവിടെയാണല്ലോ പല കാര്യങ്ങളും പൊറുതി. അതുകൊണ്ടാണ് നമുക്ക് അതിനൊരു സംശയം വരുന്നത്. അല്ല, പാകിസ്ഥാനെ അദ്വാനി നമ്മള് ഷെയ്ഖുന അദ്വാനി എന്ന് വെച്ചിടാനോ? ഒരു പാകിസ്ഥാനിയാണല്ലോ. അപ്പൊ ഈ സമ്മേളനത്തിനൊക്കെ പോയോണ്ടിരിക്കണ ആ സമയത്താണ് നമ്മളെ കാന്തപുരം മൂല്യരോട് പത്രക്കാരോ ചോദിക്കണ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം. മൂപ്പരാ അതിനെ പറ്റി എനിക്കറിയില്ല, എന്താ ചെയ്യണം, ലീവായിരുന്നു. പിന്നെ മൂപ്പര മോനോടൊരു ദർസ് പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി വെച്ച്, അല്ല പിന്നെ ഈ ഗുജറാത്തിലൊക്കെ ഇങ്ങനത്തെ അതിനീചമായൊരു വംശഹത്യ നടന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മളൊന്നും അതിനെതിരെ പ്രതികരിക്കാത്തത്. മൂപ്പര് മോന് കിമസരി മറ്റേ മദ്രസിലെ ബുക്ക് ഓർത്ത് നിസ്കരിക്കാത്തവനെ തലവട്ടണം എന്ന് മദ്രസ് പഠിപ്പിക്കണ്ടല്ലോ. അല്ല, മണ്ണെണ്ണ പൊരിക്കണം. എല്ലിടിക്കുന്നൊക്കെ മൂപ്പരന്നെ 4 കൊല്ലം ഗർഭം സ്പെഷ്യലിസ്റ്റ്. നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കുറ്റമാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു രാജ്യത്ത് സ്വതന്ത്രമായി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. ഭരണാധികാരികളാണ് അത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഗുജറാത്തിലെ ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം, അവരെ കൊല്ലണം. ആരാ ചെയ്യേണ്ടത്? അത് അല്ലാഹു തആല അതിനെ പറ്റിയ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും. അപ്പൊ ഈമാനില്ലാത്തതിന്റെയും ഇബാദത്തില്ലാത്തതിന്റെയും കാരണം കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത്. മൂപ്പര് പറഞ്ഞു, മൂപ്പരിപ്പോ ഇങ്ങനെ മൂപ്പർക്ക് ആലോചിച്ചപ്പോ കിട്ടിയല്ല, നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കണില്ലേ ഈ നിസ്കരിക്കാത്തവനൊക്കെ തലവട്ടണം എന്ന്. അപ്പൊ ഇതിപ്പോ നമ്മുടെ രാജ്യം അല്ലാത്തതുകൊണ്ട് നടക്കാത്തതുകൊണ്ട് അതിന് പറ്റിയൊരു ഭരണാധികാരനെ അള്ളാഹു നിയമിച്ചതാണെന്നാണ് തട്ടിവിട്ടാലോ എന്ന്. അപ്പൊ അങ്ങനെ ഗുജറാത്തിലെ മുസ്ലിങ്ങൾ നിസ്കരിക്കാത്തതുകൊണ്ടാണ്. കാരണം മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ പ്രിസ്ക്രൈബ്ഡ് ശിക്ഷ ഉണ്ട്, തലവെട്ടുക എന്നുള്ളത്. 5ാം ക്ലാസ്സിലെ മദ്രസ ബുക്ക് പഠിപ്പിക്കേണ്ട നിസ്കരിക്കാത്ത മനുഷ്യനോട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാന്ന്. അപ്പൊ ആ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത മനുഷ്യന്മാരെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അതിനനുസരിച്ചുള്ള ഒരു ഭരണാധികാരിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണെന്നാണ് മൂപ്പരെ അഭിപ്രായം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മൂപ്പര് വേറെ സ്റ്റേറ്റ്മെന്റ് വെക്കണേ, നമ്മളെ BJP ഭരണത്തിൽ അസഹിഷ്ണുത വർദ്ധിച്ചിട്ടില്ല ഷെയ്ഖുന കാന്തപുരം എന്ന്.
അറിയില്ല ഇനിയിപ്പോ മൂപ്പര് ഒരു അസഹിഷ്ണുതന്റെ അളവുകൾ എന്താന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയൊരു ധാരണയൊന്നും ഇല്ല. എന്തായാലും മൂപ്പര് അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നേനി. മൂപ്പര് പണ്ട് അങ്ങനെയൊന്നും അല്ലേ കേട്ടോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എങ്ങനെ ആയത് എന്നുള്ളത്? ഏത് ഈ കാന്തപുരോ? പണ്ട് പണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി എങ്ങനെയായിരുന്നു അല്ല, പണ്ട് മൂപ്പര് BJP ന്യായീകരിക്കലൊന്നും ഇല്ല ഇനി. അതില്ലായിരുന്നു. അതെന്താ സംഭവം എന്ന് പറഞ്ഞാല് മൂപ്പര ആരോ ജീപ്പ്, മൂപ്പര ആരോ മോള വ്യാപ്പിള ആരോ ജീപ്പ് പണ്ട് ആരോ രാത്രി ഈ പ്രസംഗിക്കാൻ വിളിച്ചോണ്ടേലേ ചേകനൂർ മൗലവീന്. മൂപ്പര ചേകനൂർ പിന്നെ മൂപ്പര കണ്ടിട്ടില്ല. ജീപ്പിൽ അതെ, കൊണ്ടുപോയത് ആ, ജീപ്പിൽ ആരോ ആരോ ഒരു ജീപ്പിലാണ് കൊണ്ടുപോയത്. ബയലറിയാണ് ഖുറാൻ ക്ലാസ് എടുക്കാനാണ് പറഞ്ഞുണ്ട്. ഖുറാൻ ക്ലാസ് നല്ല ക്ലാസ്സാണ് മൂപ്പരത്. അതെ, അപ്പൊ അതിനുശേഷം മൂപ്പരെ നമ്മളെ CBI ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നൈക്ക് വിളിപ്പിച്ച്. അപ്പൊ ചെന്നൈക്ക് വിളിപ്പിച്ച സമയത്ത് മൂപ്പരാകെ പേടിച്ചു. അന്ന് വാജ്പേയി ഭരിക്കണം, BJP ഗവൺമെന്റാ, സയ്യിദ് വാജ്പേയി. അപ്പൊ അന്ന് ഈ സയ്യിദ് വാജ്പേയി ഭരിക്കുന്ന സമയത്ത് നേരെ BJP നേതാക്കൾ ആരൊക്കെ സ്വാധീനിച്ചിട്ട് പിന്നെ ആ ചോദ്യം ചെയ്യല് ഇവിടേക്കാക്കി, എറണാകുളത്തേക്കാക്കി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി വന്നാണ്ട് പിറ്റേന്നുണ്ട് മർക്കസ് സമ്മേളനത്തിന് രാജഗോപാല്, ശ്രീധരൻപിള്ള, SYSന്റെ ഗോൾഡൻ ജൂബിലിക്ക്, ശ്രീധരൻപിള്ള ഇവരൊക്കെയാണ് പിന്നെ സമ്മേളനത്തിൽ മുഖ്യാതിഥികളായിട്ട് വരുന്നത്. നല്ലൊരു മനുഷ്യന്മാര്. അതെ. ശ്രീധരൻപിള്ള പറഞ്ഞാൽ നമ്മള് സുവർണാവസരം പിള്ള. അതെ. മൂപ്പരാണ് പറഞ്ഞത് BJPയുമായി സഹകരിച്ച ആദ്യത്തെ മുസ്ലിം പണ്ഡിതനാണ് ശൈഖുന കാന്തപുരം. അതിനുശേഷം ഗുജറാത്തിൽ ഇയാൾക്ക് കുറെ സ്ഥാപനം തുടങ്ങാൻ നല്ലൊരു ബർക്കത്ത്. അതിന്റെ ശേഷം പിന്നെ ഒരു വളർച്ചയാണ്, പിന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. പിന്നെ അള്ളാഹുവിന്റെ സഹായവും മോഡിന്റെ സഹായവും ഒരുമിച്ചാ കിട്ടി. രണ്ടു നിലക്കാണ് മോഡിന്റെ സഹായം കിട്ടി. ഒന്ന് നിസ്കരിക്കാത്ത മുസ്ലിങ്ങളെ കൊല്ലാന്, പിന്നെ പല സ്ഥാപനങ്ങള് ഗുജറാത്തില് സ്ഥാപനങ്ങളൊക്കെ നടത്താന്. അങ്ങനെ ഐശ്വര്യത്തിന്റെ നാളുകളാണ്, ഐശ്വര്യത്തിന്റെ ഒരു നാളുകൾ. ഇനി അത് ഇല്ലാത്തൊരു കാലം. ഞാൻ പറഞ്ഞത് ഈ നിസ്കരിക്കാത്തവരെ നമ്മളെ പിന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, നിസ്കരിക്കാത്തവരെ തലവെട്ടണേ. ആ വീഡിയോയിൽ വന്നിട്ടുള്ള പിന്നെ കമന്റുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിലും ഞാൻ ഇതിൻ്റെ കൂടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ ഒരു കമന്റ് ഉണ്ട് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കമന്റാണ്. നിങ്ങൾ പറഞ്ഞത് നിസ്കരിക്കാത്തവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡിനെ ഏൽപ്പിച്ചതാണ്. അതിൽ പറയണതെന്ന് വെച്ചാൽ ഇത് മുസ്ലിങ്ങളോടല്ലേ പറയണത്, നിങ്ങളെന്തിനാണ് നടക്കണത് എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ആ കമന്റ് നമുക്ക് ഒരു ദിവസം പറയാം. അതെ, ശരിയാണ്. മുസ്ലിങ്ങളോടാണ് പറയണത്. ആരെ കൊല്ലാനാ പറഞ്ഞ നമ്മളെ കൊല്ലാനല്ലേ. അപ്പൊ അത് നമ്മളല്ലാതെ ആരാ ചോദ്യം ചെയ്യണ്ടേ? ഇവർക്ക് തലന്റെ ഉള്ളിൽ എന്താണ് പടച്ചോൻ? എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നുണ്ട്. പടച്ചോന്റെ ഒരു കഴിവിനെ കുറിച്ച് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുന്നത് ഇവിടെയാണ്. കാരണം ഈ ജാതി തലച്ചോറിന് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കഴിവ് പോരല്ലോ. ആ ചോദ്യം ചോദിക്കാൻ മുസ്ലിങ്ങൾ ഇത് മുസ്ലിങ്ങളോടാണെങ്കിൽ നമ്മൾ സാധനം പറയുന്നത് ജാതി വ്യവസ്ഥനെ പറ്റി പറയാം. അപ്പം ജാതി വ്യവസ്ഥ, ഗ്രേഡിന് ഇൻഇക്വാലിറ്റി നമ്മൾ ഇസ്ലാമിൽ അതില്ല. ഇല്ലടോ, അത് ഹിന്ദുക്കളല്ലല്ലോ പറഞ്ഞു. നിങ്ങൾ ഹിന്ദുക്കളൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ബേജാറാവണ് എന്ന് നമ്മൾ ആരെയും ചോദിക്കും. നമ്മൾ ചോദിക്കാൻ പറ്റില്ല, നമ്മള് മനുഷ്യന്മാരല്ലേ. അതെ, നമ്മൾ ഓല ലെവലിലല്ലോ ചിന്തിക്കണേ. അങ്ങനത്തെ ഈ കമന്റ് ആ കമന്റിന് ഓരോ ലൈക്ക് മുസ്ലിങ്ങൾ കൊല്ലണം എന്ന് മുസ്ലിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ആള് അത് ആരെ കൊല്ലണം എന്നാ പറയണത്? നമ്മളെ കൊല്ലണം എന്നാ. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നിടത്ത് വന്നിട്ടാണ് അത് മുസ്ലിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കണേ. ഞാൻ അതാണ് ചോദിക്കണേ. ഈ സാധനങ്ങളൊക്കെ പറയുമ്പോൾ ഇതിനോട് നമ്മൾ തിരിച്ച് അതേ ലോജിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, പിന്നെ നമ്മളെ വസ്ത്രം നോക്കിയിട്ട് ആളെ ശരിയാക്കണം എന്ന് നമ്മളെ ഒരു ചങ്ങായി പറഞ്ഞില്ലേ, സയ്യിദ്. അപ്പൊ ആ സയ്യിദ് ആരോടാ പറഞ്ഞേ? ഹിന്ദുക്കളോടല്ലേ. അതിന് ബിലെന്തിനെ ബേജാറാണ്? നമ്മളെ പാലാ ബിഷപ്പ് ആരോടാ പറഞ്ഞേ? ക്രിസ്ത്യാനികളോടല്ലേ. അല്ല കോയ, അല്ല നമ്മളെന്തിനാ ബേജാറാവണെന്ന്. അതെ. ഇപ്പം അതേപോലെ നെതന്യാഹു മുഴുവൻ അങ്ങോട്ട് നിരപ്പാക്കണം എന്ന് ആരോടാ പറഞ്ഞ? ഇസ്രായേലി പട്ടാളക്കാരോടല്ലേ. അഭ്യന്തര നമ്മളല്ല ബലി. അങ്ങനല്ല മൊലിയാര്. അതെ, അതിന് ബിലെന്തിനാ ബേജാറാണ്? അതായത് നെതന്യാഹു മൊത്തം അങ്ങോട്ട് സീസ് ആക്കണം, അമ്മലേക്കര കാട്ടിയ പോലെ കാട്ടണം എന്ന് പറയുമ്പം അവിടെ നിങ്ങളോട് ആരും വന്ന് ചോദിക്കുന്നുണ്ടോ അത് ഇസ്രായേൽ പട്ടാളക്കാരോടല്ലേ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താന്ന്? എന്താ ചെയ്യ?
ഇപ്പോൾ ഈ എന്താ പറയുക, ഈ നിസ്കരിക്കാത്തവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ ഇയാളുടെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മൾ കമൻറ്റ് വന്നത് ഇത് മുസ്ലിങ്ങൾക്കുള്ള നിയമമാണ്. ചിലർ വെക്കുന്ന ന്യായം ഇപ്പോൾ നിസ്കരിക്കാത്തവനെ പറയാം, അതേപോലെ നിസ്കരിക്കാത്തവനെ കൊല്ലണം എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതേപോലെ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിലൊക്കെ ചില ആൾക്കാർ, ചില പുതിയ ആധുനിക ഇതേപോലെ സൂഫിയും അല്ലാത്ത മറ്റേ ടീമൊക്കെ വന്നിട്ട് ഈ പറയുന്ന സാധനം, രാജ്യദ്രോഹി ആണെങ്കിൽ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ, അതിനൊക്കെ കണ്ടീഷൻ ഉണ്ട്, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും അങ്ങനെയൊന്നും എല്ലാവരും പിടിച്ച് കൊല്ലൊന്നുമില്ല. അങ്ങനത്തെ ന്യായ കേട്ടു നിങ്ങൾ? അതിന് അമ്മാര് തള്ളകളൊക്കെ ഉണ്ട്, അതിനെ കാണുന്നത്. അത് വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്, പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനയാണ്, അപ്പൊ അത് ആ ഭരണഘടന ചോദ്യം ചെയ്യൽ ആണ്, അങ്ങനെ ചോദ്യം ചെയ്യൽ രാജ്യദ്രോഹമാണ്, അതുകൊണ്ടാണ് കൊല്ലണത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വെസ്റ്റേൺ ടീമിൽപ്പെട്ട ആൾക്കാരെന്നല്ലേ നമ്മളെ ഡിബേറ്റിൽ വന്നാണ്ട് പറഞ്ഞത്, എന്ത് ഈ ഭരണഘടന നമ്മൾ അംഗീകരിക്കുന്ന താൽക്കാലിക ഒരു കോൺട്രാക്ട് മാത്രമായിട്ടാണ്, ഇന്നസെൻസ് അതിനെ അംഗീകരിക്കണില്ല, അപ്പൊ അത് രാജ്യദ്രോഹമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒന്നുകൂടെ, അതായത് ഇന്ത്യൻ ഭരണഘടനക്കാട്ടിയും ടോപ്പാണ് ഇപ്പം മുസ്ലിങ്ങൾ പറയണ, ന്യായീകരിക്കാൻ വേണ്ടി പറയണ ആ വാദം നമ്മൾ ഫേസ് വാല്യൂവിന് എടുക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനക്കാട്ടിയും ടോപ്പാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒന്നുകൂടെ അത് ന്യായാവൂലേ? പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പറയുമ്പം ഒരു ന്യായം, പിന്നെ നമ്മൾ പോസ്റ്റ് മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ ന്യായീകരണം മാറ്റാൻ പാടില്ല. അത് പണ്ട് ഈ പിന്നെ എന്താ പറയാ, രാജാക്കന്മാരെ കാലത്തൊക്കെ ഉണ്ടായിന്. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ തെറ്റ് ചെയ്താൽ അതിന് പകരം തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരിക, ആ ജാതി പരിപാടി. എന്നാൽ രാജ്യദ്രോഹികളെ കുറിച്ച് ഇപ്പം മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്നത്, മതം വിടുക എന്നുള്ളത് മതദ്രോഹ കുറ്റമായതുകൊണ്ടാണ്. നമ്മളെ സാലിഹ് നിസാമി പണ്ട് ഫേസ്ബുക്കിൽ എഴുതിയ ഞങ്ങൾക്ക് ഓർമ്മയില്ല, ഇസ്ലാമിൽ മതം വിടുക എന്ന് പറഞ്ഞാൽ അത് മതദ്രോഹ കുറ്റമാണ്, അതുകൊണ്ടാണ് നമ്മൾ മതം വിട്ട ആൾക്കാരെ കൊല്ലുന്നത്. അത് തന്നെയാണ് അതിൻ്റെ വസ്തുത. അല്ലാതെ രാജ്യദ്രോഹം നടക്കുന്ന ആൾക്കാർ, ഈവൺ ഇഫ് രാജാവിനെ കൊല്ലാൻ വരുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ മുസ്ലിം ആണെങ്കിൽ അയാളെ കൊല്ലാൻ പാടില്ല, അവരെ നിരായുധരാക്കണമെന്നേ ഇസ്ലാമിലുള്ളൂ. ഇപ്പം അലിക്കെതിരെ യുദ്ധം ചെയ്തത് ആയിഷാന്റെ നേതൃത്വത്തിൽ, അത് രാജ്യദ്രോഹ. അത് മറ്റേ ഇതല്ല, ആ രാജ്യദ്രോഹികളെ അലി കൊന്നിട്ടില്ല, അടിമകളായി പിടിച്ചിട്ടില്ല, ഗനീമത്തില്ല, ഒന്നുമില്ല. അതേപോലെ ഉസ്മാനെ കൊല്ലാൻ വേണ്ടി പോയ ആൾക്കാർ ഓല് ചെയ്തത് രാജ്യദ്രോഹമാണ്, അത് മുസ്ലിങ്ങളായിന്. നമ്മൾ അബൂബക്കറിന്റെ മോനെ അടക്കണ്ടായിന്. അപ്പൊ ഉസ്മാന്റെ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്, മോനെ എന്റെ വാപ്പ ഇപ്പൊ ഉണ്ടെങ്കിൽ അന്നെ ശരിയാക്കുന്നു. അതിന് മൂപ്പര് മെല്ലാണ് വേക്കോട്ട് അടിച്ചേക്ക, അബ്ദുള്ളന്നോ അങ്ങനെ എന്തോന്നാണ് മൂപ്പരെ പേര്. അത് രാജ്യദ്രോഹികളാ. ആ രാജ്യദ്രോഹികളെ അലി കൊന്നിട്ടില്ല, കാരണം ഒരു മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ നിരായുധരാക്കി കഴിഞ്ഞാൽ പിന്നെ കൊല്ലാനുള്ള സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ്. ഇനി ഒരു ഓടാണെങ്കിൽ പുറകെ പോലെ ഓടാണെങ്കിൽ പുറകെ ഓടാൻ പാടില്ല. അല്ലേ നബവി മിൻഹാജിൽ പറയണ്ടല്ലോ. അതേസമയം നിസ്കരിക്കാത്തവനെ കൊല്ലേണ്ട എങ്ങനെയാന്ന് മൂപ്പര് വളരെ കൃത്യമായിട്ട് പറയണ്ട. മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് കുത്തുക, നിസ്കരിക്കാൻ പറയാം, പിന്നെയും കുത്ത നിസ്കരിക്കാൻ പറയാം, പിന്നെയും കുത്ത നിസ്കരിക്കാൻ പറയാം. എന്നിട്ട് നിസ്കാരമാണോ മരണമാണോ ആദ്യം നടക്കുന്നത്, അതുവരെ ഈ പരിപാടി തുടരണം എന്നാ പറയണത്. നല്ലൊരു മനുഷ്യൻ, എന്തോ ഒരു മനുഷ്യ സ്നേഹം, എഞ്ചാതി മനുഷ്യ സ്നേഹമാണ് ഉസ്താദിന്. ഇങ്ങനെയല്ല യൂസുഫ് കർദാവി പറഞ്ഞത്, മതം വിട്ടവനെ കൊല്ലാന്ന് പറഞ്ഞ നിയമം നമ്മളെ ഇസ്ലാമിൽ ഉറപ്പല്ല. അന്ന് അബൂബക്കറിന്റെ കാലത്തോടു കൂടെ തന്നെ ഇസ്ലാം വലിച്ചുകൊണ്ടാണ് ആ മതം വിട്ടവനെ കൊല്ലണ പരിപാടി ഇല്ലെങ്കിൽ. അതേസമയം രാജ്യദ്രോഹികളെ കൊല്ലാൻ പാടില്ല, പ്രൊവൈഡഡ് ഹീസ് എ മുസ്ലിം. അതേസമയം ആ രാജ്യദ്രോഹി മുസ്ലിം അല്ലാത്ത ഒരാളാണെങ്കിലോ അയാൾ ഹർബിയായ കാഫിറായി മാറും, അയാളെ കൊല്ലാന്ന് മാത്രല്ല, മുസ്ലിങ്ങൾക്ക് പട്ടിണിയാണ് തിന്നാ, അല്ലെങ്കിൽ അങ്ങനത്തെ കാഫിറുകൾ അർത്ഥം തിന്നാന്നാണ് ഷാഫി ഇമാം വിധിച്ച്. കുറച്ച് എക്സ്ട്രീം ലെവലാണ്. ആ ഷാഫി മതബില് അംഗീകരിക്കുന്ന ആളാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ സിബത്തുള്ള ഉസ്താദ്. അന്ന് ഈ സിബത്തുള്ള എന്ന് പറയട്ടെ, ഷാഫി ഇമാം ആ പിന്നെ കാഫിറിനെ കൊന്നു നിന്ന പട്ടിണിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താട്ടോ, അത് ഷാഫി ഇമാമിന്റെ ഭാരത്തിലില്ല. എന്നാലും നമ്മൾ ആ ബ്രാക്കറ്റ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നമ്മൾ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക, വേറെ നിവൃത്തി ഒന്നുമില്ല. മുസ്ലിങ്ങൾക്ക് ഭയങ്കര പട്ടിണിയാണ്, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്ട് കാഫിറിനെ കൊന്നു നിന്നാണ് ഇതൊക്കെ. ഏതെങ്കിലും മനുഷ്യന്മാരെ ഇതൊക്കെ എന്ത് ജാതി മനുഷ്യസ്നേഹം നമുക്കറിയില്ല, ജാതി മനുഷ്യസ്നേഹം ഒന്നും. ഇതൊക്കെ ചിലത് ചില കാലഘട്ടത്തിൽ അവസാനിക്കേണ്ടതാണ്. അതും ആ കാലഘട്ടം അടക്കം അങ്ങോട്ട് പിടിച്ചടിച്ചുകൊണ്ടിരുമ്പോഴാണ് നമ്മളത് ആ കാലഘട്ടം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ താലിബാനിൽ ഉണ്ടാക്കിയതുപോലെ ഉടനെ പ്രശ്നം വരുന്നത്. പിന്നെ അതേപോലെ മൻസൂർ അൽ ഹല്ലാജിനെ കൊന്ന കേസ്, എന്തിനാ കൊന്നേ? മൂപ്പര് ഏതെങ്കിലും മദ്രസ പീഡനം നടത്തിയതിനാണോ?
അത് പഴയ സൂഫിയ. അല്ല, പഴയ സൂഫി മൻസൂർ അൽ ഹല്ലാജ്. മൂപ്പരെ കൊന്നത് മദ്രസ പീഡനം നടത്തിയതിനല്ല, വേൾഡ് ട്രേഡ് സെന്ററിൽ ബോംബ് പൊട്ടിച്ചതിനല്ല, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഫോടനം നടത്തിയതിനല്ല, അതല്ലെങ്കിൽ കൈവെട്ടിയതിനല്ല. മൂപ്പരെ കൊന്നത് മൂപ്പർക്കൊരു ജദുബിന്റെ ഹാലിൽ, അതായത് പിരാന്ത് ചെയ്യാണ്ട്. കാരണം സ്വയബുദ്ധിയുള്ള ഒരാളത് പറയില്ലല്ലോ. ഒരു പിരാന്തിന്റെ ഹാലിൽ അനൽ ഹക്ക് എന്ന് വെച്ചാൽ ഞാനാണ് തമ്പുരാൻ എന്ന് മൂപ്പര് പറഞ്ഞു. അതാണ് മൂപ്പര് പ്രശ്നം. അപ്പൊ ശരീരത്ത് പ്രകാരം എന്ത് ചെയ്യണം? മൂപ്പരെ സൈസാക്കണം. അങ്ങനെ സൈസാക്കി. അപ്പൊ ആ സൈസാക്കിയതിനെ പറ്റി മൊയ്തീൻ മാലയിലൊരു പരാമർശമുണ്ട്. ഹല്ലാജെ കൊല്ലുന്ന ആളന്നേരം ഞാനുണ്ടെങ്കിൽ അവരെ കൈ പീഡിക്കും ഞാനെന്ന് ചൊന്നോ പറഞ്ഞു. എക്സാക്ട് ലൈൻസ് അത് തന്നെയാണോ എനിക്കറിയില്ല, ആശയം അത് തന്നെയാണ്, ഞാൻ മറന്നുപോയി. അപ്പം അതിനെ പറ്റി ഇതേമാതിരത്തെ സൂഫികൾ പറഞ്ഞെന്താ വെച്ചാൽ, അതായത് ഇപ്പം ഇയാൾ ഈ സൂപ്പി എന്ന് പരിഹസിച്ച സൂഫികളുണ്ടല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ട സൂഫികൾ പറയണെന്താ വെച്ചാൽ, ഹല്ലാജിനെ കൊല്ലുന്നതിനെ തടയാൻ വേണ്ടി ആ കൊല്ലാൻ വരുന്നവരെ കൈപിടിക്കും ഞാനെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഈ സിബത്തുള്ള മൂല്യാരുടെ മറ്റേ സൂഫി, അതെ സൂഫി, അതെ മുടിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞ എന്താ വെച്ചാല്, ഇത് പൊന്മള അബ്ദുൽ ഖാദർ മൂല്യാർ എന്ന് പറഞ്ഞിട്ട് ബല ഒരു സെക്രട്ടറി ഉണ്ട്, ആസ്ഥാന മുഫ്തി. മൂപ്പര് പണ്ഡിത ദർസിൽ പറയണത് ഞാൻ നേരിട്ട് കേട്ടതാ. അതായത് ഹല്ലാജിനെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ ശരീരത്തിന്റെ ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി അവരുടെ കൂടെ വെട്ടുന്ന കൈ പിടിച്ച് സഹായിക്കാൻ ഞാനുണ്ടാവും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മൂപ്പരെന്തേ രാജ്യദ്രോഹം ചെയ്തോ? ഇല്ല, ഒരു പിരാന്തായപ്പോ ഒരു പാട്ടുപാടി, ജദുബിന്റെ പാട്ടുപാടി അതേ മൂപ്പര് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനെ ഇവർ ഈ സൂഫികൾ എന്ന് കളിയാക്കി വിളിക്കണ സൂഫികൾ പറഞ്ഞ ഞങ്ങളെ എതിർക്കായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഈ സിബത്തുള്ള മൂല്യാരെ ആൾക്കാർ, അതുപോലെ സയ്യിദ് വാജ്പേയിന്റെ ടീം അതുപോലെ ഔറംഗസീബ് ദാരാ ശിക്കോവിനെ കൊന്നത്, അവിടെ ഉള്ളൊരു പ്രധാന ആരോപണം രിദ്ദത്താണ്, മത പരിത്യാഗം ആലോചിച്ചിട്ട് ഇതാണ് കൊല്ലണത്. അവിടെ മൂപ്പരെന്തെങ്കിലും വേണ്ട ഇത് ചെയ്യാൻ പോയിട്ടാണോ? അല്ല. എന്തെങ്കിലും ബലാത്സംഗം ചെയ്തതിനാണോ കൊന്നത്? അല്ല. എന്തെങ്കിലും അതിക്രമം ചെയ്തതിനാണോ? അല്ല, ഒന്നല്ല. അവിടെ മൂപ്പർക്കെതിരിൽ എല്ലാ മതങ്ങളെയും ഇതാക്കി എന്നുള്ളൊരു പ്രശ്നം മൂപ്പർക്കെതിരെ ഉണ്ടായിരുന്നു. ഈ ഞാൻ പഠിച്ചൊരു താരിഖിൻ്റെ ബുക്കുണ്ട്, മദ്രസയിൽ പഠിച്ച താരിഖുൽ ആലം ഇസ്ലാമി എന്നാണ് എൻ്റെ പേര്. ആ ബുക്കിൽ 2 മഹാന്മാരായ ഇന്ത്യൻ ഭരണാധികാരികൾ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതാരൊക്കെ അറിയാം? ഒന്ന് ഔറംഗസീബ്, ഒന്ന് ടിപ്പു സുൽത്താനും. ബാക്കി പറയണ്ടല്ലോ. ഇത്രയും രാജാക്കന്മാർ ഇന്ത്യയിൽ ഉണ്ടായിട്ട് ബല് കണ്ടുപിടിച്ചിട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന 2 മഹാന്മാരായ ഭരണാധികാരികളാണ് ഔറംഗസീബും ടിപ്പു സുൽത്താനും. അപ്പം ഈ മുർത്തദിനെ കൊല്ലണം എന്ന് പറഞ്ഞത് രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞ വെറുതെ, അതിലൊന്നും ഒരു കഥയില്ല. അത് ചുമ്മാ അതൊക്കെ ആധുനിക പെയിന്റുകളാണ്, ആധുനിക പെയിന്റുകൾ. അത് അങ്ങനെ അതാണ് അതിനുള്ള ഒരു പെയിന്റ് എന്ന് പറഞ്ഞപ്പോ. പിന്നെ രാജ്യദ്രോഹം, ഇപ്പൊ രാജ്യദ്രോഹികളെ കൊല്ലുന്ന, ശരിക്കും രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ളത്, നമ്മൾ വേറൊരാളുടെ മേലിൽ വയലൻസ്, ഒരു വ്യക്തിയുടെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ കൂട്ടത്തോടെ എന്തെങ്കിലും ബോംബ് സ്ഫോടനം, ടെററിസ്റ്റ് അറ്റാക്ക്, ഇതൊക്കെ നമ്മൾ സാധാരണ, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കിത് ഈ നിയമത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ രാജ്യദ്രോഹിയാണ്. ഇപ്പൊ നരേന്ദ്രമോദിനെ വിമർശിച്ച പോലും രാജ്യദ്രോഹിയാണ്. സെൻട്രൽ ഗവൺമെന്റ് അതെ. പണ്ട് ഇപ്പൊ BNS ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല കേട്ടോ, അതൊന്നും വായിക്കണം. ആ രാജ്യദ്രോഹ നിയമങ്ങൾ തന്നെ ലോകത്തുള്ള പല രാജ്യങ്ങളും ഫെലനി ലോസ് ഒക്കെ എടുത്തു കളയുന്ന ഒരു കാലത്ത് ഇരുന്നിട്ടാണ് ഇവര് പറയുന്നത് ഞങ്ങളെ മതം പൊട്ടാനെ കൊല്ലണം എന്ന് പറഞ്ഞത് രാജ്യദ്രോഹം ചെയ്തുകൊണ്ടാണ്. രാജ്യദ്രോഹ കുറ്റത്തിന് എല്ലായിടത്തും വധശിക്ഷനല്ലേ? അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറുതെ പറയാ. ഇപ്പം നമ്മളെ രാജ്യത്ത് തന്നെ എത്രങ്ങാനും രാജ്യദ്രോഹികളുണ്ട്, എന്തൊക്കെ ഉള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അതുപോലെ ആരെയും കൊല്ലുണ്ടോ? ഇപ്പൊ ഈ മുജാഹിദ് വലിച്ചേരി പറഞ്ഞില്ലേ, കേരളം 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കി തരാന്ന്. അത് രാജ്യദ്രോഹല്ലേ? എന്തിനാ ഇസ്ലാമിക? അതെ, രാജ്യദ്രോഹല്ലേ? എന്തിനാ നിങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കണം? അപ്പൊ നമ്മള് ഭരണഘടന ഇപ്പൊ എന്താക്കും കൊയാന്ന് ചോദിച്ചാല് അത് രാജ്യദ്രോഹല്ലേ? ഇവര് പറഞ്ഞ പോലെ മൂപ്പരാരെയും കൊന്നോ? ഇല്ല, മൂപ്പരതും പറഞ്ഞങ്ങനെ നടക്കണം അല്ലേ? ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ. ഈ മുജാഹിദ് ബാലുശ്ശേരിന്റെ തന്നെ സംഘടന, അതായത് മുജാഹിദ് ഇപ്പോൾ ഒന്നതിനെ സമയത്ത് ഉണ്ടായ അൽമനാറിൽ എഴുതിയതാണ്, നേർച്ചകൾക്ക് പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അവിശ്വാസിയും കാഫിറുമാകുന്നു. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മജ്മൂ റസായിൽ ഉദ്ധരിച്ചിട്ട് അവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് എഴുതിച്ച്. അത് ഈ നിയമത്തിന്റെ എക്സ്റ്റൻഷൻ ആണ്. എന്നുവെച്ചാൽ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയണ ആ നിയമത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ, പിന്നെ എന്താ പറയാ,
ഇവരെ അതായത് സുന്നികളെ കൊല്ലണം എന്നുണ്ട്. കാരണം മുജാഹിദുകളുടെ വിശ്വാസപ്രകാരം ഇവര് മുശ്രിക്ക്, അതായത് ഇസ്ലാമിൽ ജനിച്ചിട്ട് പിന്നീട് ഖബറിനെ ആരാധിക്കണ അല്ലെങ്കിൽ മക്ബറയിൽ നേർച്ച നടത്തുന്ന ഒരാളായി കഴിഞ്ഞാൽ അവൻ മുശ്രിക്കായി, പിന്നെ അവനെ കൊല്ലൽ നിർബന്ധമാണ് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ സുന്നികളെ കൊല്ലൽ നിർബന്ധം എന്ന് പറഞ്ഞത് സുന്നിയൊക്കെ പൊള്ളി, അത് ഓരോ ഭയക്കണം. അതെ, അപ്പോലെ വെക്കണം. അപ്പൊ അത് നമുക്ക് വേണേ ചോദിക്കാം, അത് മുജാഹിദുകളോടല്ലേ കൊല്ലാൻ പറഞ്ഞ, നിങ്ങൾക്ക് എന്താ സുന്നികളെന്ന് ചോദിക്കായത് നമ്മൾ ആൾക്കാരോട്. പക്ഷെ അങ്ങനെയാണോ? അല്ല, അത് സുന്നികൾ പൊള്ളി. എന്നിട്ട് സുന്നികൾ ഏത് കോലത്തിലാണ് എടുക്കണ വെച്ചാല് അത് പൊള്ളിയതോട്ട് മാത്രമല്ല കേട്ടോ. കാരണം ഓല് ജമാഅത്താരെ പറ്റി അങ്ങനെ തന്നെ പറഞ്ഞു. അതായത് ഓല് മരിച്ചാൽ അങ്ങോട്ട് പോകരുത്, ഓൽക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, ഓലെ രോഗം വന്നാൽ സന്ദർശിക്കരുത്, ഓലെ. അപ്പൊ അതിന് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെയൊക്കെ ഈ ജാതി വകളിത്തരങ്ങളൊക്കെ പറഞ്ഞതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് ഓല് പറയണത് പണ്ട്, അത് 45 കൊല്ലം മുന്നേട്ടാ, 1981 അതിപ്പോഴും ഇരുന്നിട്ട് പറയണേ. ഇത് ഈ 2025 ഇരുന്നിട്ട് അതൊക്കെ എന്റെ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പറയാം. ഞങ്ങളെ കൊല്ലണം എന്നവര് പണ്ട് അൽമനാറിൽ എഴുതിയില്ല ഇനിയോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ മറ്റോടത്തേക്ക് പോകണം, ഞങ്ങൾ പോകണം എന്നാണ് നിങ്ങൾ പറയണത് എന്നാണ് സുന്നികൾ ചോദിക്കണത്. അന്ന് ഒറ്റക്കെട്ടായ മുജാഹിദാണ്, ഒറ്റ വഹാബിസാണ്. അവരിറക്കിയ 981 അൽമനാർ, ഞാൻ ഒറ്റ ഖണ്ഡിക മാത്രം വായിക്കുക. ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ പ്രതിഫലമുണ്ടെന്നും പുണ്യമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസി മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. 981 ഒക്ടോബറിലെ കൽമനാറിലാണ്. മമ്പറം മഖബറയിലേക്ക് നേർച്ചയാക്കിയാൽ എന്റെ കുഞ്ഞിന്റെ രോഗം സുഖപ്പെടുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ വിഡ്ഢിയാണ്, പഴച്ചവനാണ്, കൊല്ലൽ നിർബന്ധമാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന സുന്നികളെ മുഴുവൻ കൊല്ലണം എന്നാണ് മുജാഹിദിന്റെ ആഗ്രഹം. പക്ഷെ എന്തേ അത് നടക്കാത്തോണ്ടാ. എന്റെ ഇരുളാടി പറഞ്ഞത് ആനനുമാണെങ്കിൽ ഞാൻ റാഞ്ചും, പക്ഷെ മരക്കൊമ്പ് ഉറപ്പില്ലാത്തോണ്ടാണ്. അതായത് റാഞ്ചാനിക്ക് കഴിയും, വെച്ച് കൊത്തി തിന്നാൻ മരക്കൊമ്പിന് ഉറപ്പ് വേണ്ടേ എന്ന പോലെ ഈ മക്ബറയിലേക്ക് പോക്കുന്ന മുഴുവൻ സുന്നികളെ കൊല്ലം നിർബന്ധമാണ് എന്ന് സപ്പോസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എടാ, എനിക്കതാ എന്നെ കൊല്ലാനുള്ള ഭാഗ്യം എനിക്ക് തേറ്റേ, എന്നിട്ട് എന്നെ അല്ല പോലീസ് പിടിഞ്ഞ തൊട്ടുള്ള രക്ഷപ്പെടുത്തി തേറ്റേ. ഇത് പറയാൻ ചോറ് തിന്ന മനുഷ്യനെ കിട്ടുമോ? അങ്ങനത്തെ ഒരാളെ മരിച്ചാൽ മരിച്ചോർത്തുന്നത് ഭയങ്കര നഷ്ടായിപ്പോയി എന്ന് പറയാൻ അങ്ങനെ മനുഷ്യന്മാരെ കിട്ടുമോ? അത് ഞാൻ പറയാ, നല്ല കടിക്കുന്നൊരു പാമ്പ്, ആ പാമ്പിന് ആരോ തച്ചു വന്ന്, അല്ലെ പാമ്പ് ചത്തു, ഓ നഷ്ടായി പോയിട്ടോ. ഞാനെന്തേ ആ പാമ്പ് ചത്തുപോയില്ലേ, ഇങ്ങനെ ആരോ പറയോ? ഇരിക്കട്ടെ, സമയം പോലെ ഞാൻ പറയാം. ആരാ പറഞ്ഞ മറ്റേ പണിക്കാക്കരുത്, ഓം എന്നിട്ട് മുജാഹിദാക്കുന്നോ എന്താ പറഞ്ഞില്ലേ? പണി കൊടുക്കരുത്. സാധനം ഞാൻ ഓർക്കുന്നുണ്ട്. വഹാബി ഇവർ കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ മുതലിയെ വഹാബി ആക്കാതെ തിരിച്ചുകൂല. തെങ്ങിന് കളക്കാൻ വിളിക്കും ഒരു വഹാബിയെ. ഒരു ഹിന്ദുവിനെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോ. ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോ. എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ നിങ്ങൾ വഹാബി ആക്കിയിട്ടേ പോകും. നിങ്ങൾ അന്ന് ഉച്ചമയത്തിന് എന്നെ പിരിച്ചുവിട്ടാൽ രക്ഷപ്പെടും. അതന്നെയാ എന്തിനോട് ഒരു കലബ്, ഒരു പേവിഷം ബാധിച്ചു പോയി. എല്ലാവരും കടിക്കണം. ഒരു വഹാബിയുടെ ബാർബർ ഷാപ്പ് കയറിയിട്ട് ഒരു അരമണിക്കൂർ അവന് താടിയും തലയും ഒന്ന് വിളിച്ചു നോക്കി. അപ്പോഴത്തിന് അവൻ എങ്ങനെയെങ്കിലും നാശം. ഒരു 2-3 തവണ അവന്റെ ബാർബർ ഷാപ്പ് തന്നെ വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച അവന്റെ വെളിയിൽ പോകും. പിന്നെ അതേപോലെ ഇവർ പറയുന്നുണ്ട്, അങ്ങനെ ഇവരോട് വെറുപ്പ്, അങ്ങനെ പറയുന്ന മുജാഹിദുകളോട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മളെ മദ്രസകൾ വരെ പരിഷ്കരിച്ചിട്ട് അതിനകത്ത് വരെ എങ്ങനത്തെ സാധനങ്ങൾ കുത്തിത്തിരിക്കുന്നതാണ്. അന്നത്തെ നമ്മൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ജമാ മുജാഹിദ് തബ്ലീഗിന്റെ കമ്പനികളുമായിട്ടുള്ള വെറുപ്പ് ചെറിയ കുട്ടികൾക്ക് കൂടെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി അന്നത്തെ മദ്രസിലെ 4ാം ക്ലാസ് നമ്മൾ പാഠം പഠിപ്പിച്ചിരുന്നു. കുട്ടിയാകുമ്പോൾ സ്പിരിറ്റ് ഉണ്ടാകട്ടെ, എന്താണ് അന്നത്തെ അഖലാക്കായി. ഇത് നോക്കാൻ നിങ്ങൾ മുസ്ലിം സഹോദരന്മാരിൽ ആരെ കണ്ടുമുട്ടിയാലും സലാം പറയണം, അത് സുന്നത്താണ് എന്നിങ്ങനെ വന്നിട്ട് പറയും. എന്നാൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി മുതലായ പുത്തൻവാദികൾക്ക് സലാം പറയരുത്, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നിട്ട് അക്കൊല്ലത്തെ പരീക്ഷ പേപ്പറിൽ ചോദ്യം, 11ാമത്തെ ചോദ്യം, 10 കഴിഞ്ഞ് പിന്നെ 11ാമത്തെ എഴുതിയേക്കുക. നിങ്ങൾ ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഏത്?
അപ്പൊ കുട്ടിന്റെ കൽബിൽ സുന്നീസാണ് ഉറക്കണം. ആ ഉറച്ചതാണ് ബാലുശ്ശേരിന്റെ പ്രസംഗത്തിൽ കേട്ടുങ്ങൾ അല്ലേ. ബാലുശ്ശേരി പ്രസംഗത്തിൽ പറയുന്നത് ഏതോട് സമൂഹം ഓരോ വളർത്തുന്നത്. ഞാൻ ഇങ്ങനെ പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് പോകുന്ന സമയത്ത് മദ്രസ വിട്ടു വരുന്നു, സ്കൂൾ വിട്ടു വരുന്ന ചെറിയ കുട്ടികൾ, എന്റെ മൂന്നാമത്തെ കുട്ടിയുടെ പ്രായമേ ഉള്ളൂ, ബിരിയാണിക്ക് മേലെ തുണി എടുത്തിരിക്കുന്നു, തൊപ്പി വെച്ചിരിക്കുന്നു, വെള്ളത്തുണിയായിട്ടിരിക്കുന്നത്, അസ്സലാമു അലൈക്കും എന്ന് ഞാൻ ആ പയ്യനോട് പറഞ്ഞപ്പോൾ ആ പയ്യൻ എന്റെ മുഖത്ത് നോക്കിയൊരു സലാം, ബാലേട്ടനോട് പോയി പറയണേ സലാം എന്ന് എന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഏതാണ് ഈ സമുദായം, ആരാണ് ഇവർ വളർത്തുന്നത്? സുന്നിയാണ് ആ സമൂഹം, കാന്തപുരമാണ് അവർ വളർത്തിയതെന്ന് നമുക്ക് അവരോട് പറയാനുള്ളത്. എന്തേ, അത് പണ്ടത്തെ 25 സമസ്തന്റെ തീരുമാനം. ഈ തീരുമാനം കുട്ടികളെടുത്ത് കിട്ടിയാൽ അക്കം കൊത്തിയതുപോലെ ഉണ്ടാവും. ആ സ്പിരിറ്റ് ശരിക്കും അവിടെ ബോധ്യപ്പെട്ടു. എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ ഓതാൻ പോയ കൊല്ലം ഫസ്റ്റ് ഞാൻ ഓതാൻ ഇറങ്ങി 88 അന്ന് കാളക്കാരൻ മുന്നിട്ട് ഞങ്ങൾ വരുവാൻ പീടിയെ ഇരിക്കുക. അപ്പൊ മറ്റാളെ പേര് ഞാൻ പറയണില്ല. സ്കൂളിലൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നൊരു മുജാഹിദ് മുഹമ്മദ് അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം മുണ്ടിയില്ല, പിന്നെ അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെന്നാലും അറിഞ്ഞ എന്താ റഷീദ് ഇജ്ജ് ഓതാൻ പോകാൻ തുടങ്ങിയിട്ടുള്ളു, അപ്പോഴും തീവ്രവാദിയായോ എന്ന് വെച്ച് ഞാൻ കുപ്പായ കാഫി തന്നെ അപ്പോൾ ഇട്ടേ മുഖയായിട്ട്. കാരണം എന്താ പറഞ്ഞാൽ ഓതാൻ തുടങ്ങിയിട്ടുള്ളു. മദ്രസന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ടല്ലോ, സുന്നി മദ്രസയിൽ പോണ കുട്ടികളെ തിരിച്ചു കൊല്ലണം, തിരിച്ച് കൊല്ലല്ലേ ഇത്. അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക, അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഒരു കഷ്ടപ്പാട്. അപ്പൊ അങ്ങനെ അതായത് ഇവര് വിശ്വസിക്കണത് ഇപ്പം ഈ സുന്നികൾ വിശ്വസിക്കണത് എന്താ വെച്ചാൽ ഞങ്ങളെ കൊല്ലണം എന്ന് പോലും പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞമ്മക്ക് അവർക്കെതിരെ ഹെയ്റ്റ് പ്രചരിപ്പിക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേ ന്യായം ഒരു എക്സ് മുസ്ലിമിന് കൊടുത്തു നോക്കിയാണ് നിങ്ങള്. ഒരു ഹെയ്റ്റ് എന്താ അവകാശം ഉള്ളത്? ഒരു എക്സ് മുസ്ലിമിനോട് നിങ്ങളെ ഞങ്ങൾ വെറുക്കരുത് എന്ന് പറയാനുള്ള ഒരു ധാർമ്മിക അവകാശം ഒരു മുസ്ലിമിന് എങ്ങനെയാണ് കിട്ടുക? കാരണം ഇവര് ഈ സുന്നികൾക്ക് നമ്മള് എക്സ് മുസ്ലിങ്ങൾ പറഞ്ഞോട്ടെ എന്നുള്ള അങ്ങനെ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് മുസ്ലിങ്ങളാണ്. വേറെ ആരോടെ വന്നിട്ട് പിന്നെ പെറ്റ തള്ളക്കില്ലാത്ത വേജാറ് ഒത്തച്ചിക്ക് വേണ്ട, അങ്ങനെ ആരും വരണ്ട, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പണിയൊക്കെ ഞങ്ങളോടൊക്കെ പറയാനുള്ളൂ. ചിലപ്പം കുറച്ച് ടീംസ് ഉണ്ട് മാനവികത കണ്ടിട്ട്, ചില സ്ഥലങ്ങളിൽ മാത്രം മാനവികത തുളുമ്പണ കുറച്ച് ടീംസ് ഉണ്ട്. ഈ നിസ്കരിക്കാത്ത മനുഷ്യന് ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഇല്ല എന്നും പറഞ്ഞിട്ട് ഈ പിന്നെ മുസ്ലിം സമുദായത്തിൽ പിറന്നു പോവുക എന്ന ദൗർഭാഗ്യം വന്നുപെട്ട ആളുകൾക്കെതിരെ ഹെയ്റ്റ് പ്രചരിപ്പിക്കുമ്പോൾ അതൊക്കെ കേട്ടുന്നാണ്ട് കാരണം ഒരു വോട്ട് കിട്ടണേ ജയിക്കണം എന്നുണ്ടെങ്കിൽ 44-45% പറഞ്ഞത് ലൈവ് ബർത്ത് കേരളത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങളാണല്ലോ. അപ്പം ഇനി കുറച്ച് ഈ ഇലക്ഷനിലൊക്കെ ആഡ് ഓൺ ചെയ്യാൻ പോണ പുതിയ വോട്ടൊക്കെ കുറേ മുസ്ലിങ്ങളുടെ ശതമാനം ഇങ്ങനെ കൂടി വരിക. അപ്പം വോട്ട് കിട്ടണം. അപ്പോൾ ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ കേൾക്കണ സമയത്ത് ഇങ്ങനെ മുണ്ടാതെ ഇങ്ങനെ വിളിച്ചിരുന്നാണ്ട് മാറി ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് പോണ ചില ആൾക്കാരുണ്ട്. ഓലൊക്കെ വന്നാണ്ട് വലിയർത്താനായിട്ട് വരും. അങ്ങനത്തെ ആൾക്കാരും വരണ്ട എന്നുള്ള ആദ്യം തന്നെ പറയാം. ഒരു കാര്യമില്ല, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ ഉള്ള ഹെയ്റ്റ് ഇതേ സുന്നികള് അവരുടെ മദ്രസ പുസ്തകത്തിൽ മതം വിട്ട ആൾക്കാരെ കൊല്ലണമെന്ന് പഠിപ്പിക്കുക. ഒരു മദ്രസ ഉണ്ടാക്കി അന്ന് മുതൽ തുടങ്ങിയാണ് പഠിപ്പിക്കല്. ഇന്നുവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അത് തെറ്റാന്ന് ഈ സുന്നിയൊക്കെ തോന്നുന്നില്ല. 45 കൊല്ലം മുന്നേ ഒരു ലേഖനത്തിൽ എഴുതിയപ്പോൾ തന്നെ അതിപ്പോഴും കൊണ്ട് നടന്ന് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു. അപ്പൊ അവനാണ് പറഞ്ഞാൽ മാത്രം പൊള്ളുന്ന ഒരു പ്രത്യേകതര അസുഖം. അതൊക്കെ അതിന്റെ ഒരു എന്താ പറയാ കാലം അങ്ങനെയാണ് ഭയ. ഇത് പറഞ്ഞ മുജാഹിദക്ക് കുറെ സുന്നികളെ ഓടിച്ചിട്ട് തല്ലുകയും ചെയ്തു. അത് മുജാഹിദുകളെ ത്യാഗപരിശ്രമത്തിന്റെ നമ്മളെ മുജാഹിദ വേണ്ടിയിട്ട് ത്യാഗപരിശ്രമത ആരാ മറ്റേ ഓടിച്ചിട്ട് തല്ലിക്കിട്ട് പണ്ട് കുറെ സുന്നികളത്. അതാണ് ഇപ്പൊ പൊതുശത്രു. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമുക്കിപ്പോ പൊതുശത്രുക്കൾ നമുക്ക് ഒരുപാട് കാണാം. ഇപ്പൊ ഇന്ത്യയിലെ ഒരു പൊതുശത്രു എന്ന് പറഞ്ഞാല് സംഘപരിവാർ രാഷ്ട്രീയമാണ്. അല്ല, നമ്മള് മൊത്തത്തിൽ നമുക്ക് എല്ലാവരും ഇന്ത്യയുടെ ശത്രു ആരെന്ന് വെച്ചാല് നമുക്ക് സംശയലേശം തന്നെ പറയാൻ സംഘപരിവാറുകളാണ്. അതെ, പക്ഷെ അത് കാന്തപുരത്തിനുണ്ടോ? അതേ പറഞ്ഞേ ഇവർക്ക് ആ ശത്രുത മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇവരോടുണ്ടോ? ഇല്ല. മുജാഹിദ് ബാലുശ്ശേരി എന്താ പറഞ്ഞേ? നമ്മളെ ശത്രുക്കൾ RSS അല്ല, സമസ്തകളാണ്. ഒരു സംഖ്യകളെ വെട്ടി കൊന്നങ്ങള് സ്വർഗത്ത് പോകും. ഞാൻ ഈ മൊത്തം ഇവര് ഈ സാധനം ഇപ്പൊ ഈ നമ്മളിപ്പോ ഇന്ന് ഇയാളുടെ ഈ സൂഫികളുടെ ഈ ഡയലോഗിൽ തന്നെ സിബത്തുള്ളതിന്റെ സാധനം എന്താ മൂപ്പര പ്രശ്നം? ആ കമന്റ് തന്നെ എന്താണ് വളരെ ഒരു എന്തോ പറഞ്ഞു സൂഫികള്
കേക്കട്ടെ. സൂഫികൾ പറഞ്ഞത് വേണമെന്ന് കേട്ടു നോക്കാം. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. അത് നോണയാണ്. സ്നേഹം മാത്രം എല്ലാത്തിനെയും സ്നേഹിക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം മുത്തറസൂലും സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി കിട്ടി. നബിതങ്ങൾ പ്രചരിപ്പിച്ച സ്നേഹം തന്നെ നോണയാണ്. ആദ്യത്തിൽ അങ്ങനെയാണ്, അതായത് മക്കത്തുണ്ടായിന് അന്ന് നമുക്ക് ബാളെടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത സമയത്ത് അന്ന് ഭയങ്കര സ്നേഹത്തിന്റെ അങ്ങക്ക് അസൂയുണ്ട് തോന്നണം. മൂപ്പര് 12 പെണ്ണിട്ടി എന്തിനാ, 13 പെണ്ണിട്ടി എന്തിനാ? അതിപ്പോ എനിക്കറിയില്ല. ഒരുപാട് സ്നേഹം മൂപ്പര കയ്യിലുണ്ട്. ഒരു കൊട്ട നിറച്ചും വലിയ കൊട്ട, മലയാറ്റൂര് പറഞ്ഞ മേത്ത കൊട്ട. അതാണ് മൂപ്പര സ്നേഹം കൊടുക്കാനായിട്ട് അപ്പുറത്തെ ഗ്രാമത്തിലൂടെ അവിടെ ആരാ സ്നേഹം കിട്ടാത്തത്? ഓലെ പിയാപ്പള്ളി മാപ്പനി വെട്ടിക്കൊന്നിട്ട് അവിടെ വരെ സ്നേഹം കൊടുത്ത മനുഷ്യനാണ്, ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ്. അതെ, ഈ മലയാറ്റൂരിനോട് പണ്ട് IAS ഇന്റർവ്യൂവിൽ ആരോ ചോദിച്ചെന്ന് പറഞ്ഞിട്ടൊരു കഥയാണ്, ഉള്ളതാണോ അറിയില്ല. നാടോടെന്ന് വെച്ചാൽ മലയാറ്റൂരാന്ന് പറഞ്ഞു. അപ്പൊ മലയാറ്റൂർ എത്ര മല ഉണ്ടെന്ന് വെച്ചു. അപ്പൊ 21 മല ഉണ്ടെന്ന്. അപ്പൊ 21 മല എത്ര കൊട്ട ഉണ്ടാവും വെച്ചല്ലോ മണ്ണ്. മൂപ്പര് പറഞ്ഞല്ലോ വലിയ കൊട്ടാണെങ്കിൽ 1 മതി. അതുമാതിരി 10-13 പെണ്ണുങ്ങൾ ഒരേപോലെ സ്നേഹിക്കാം, വലിയൊരു കൊട്ട സ്നേഹമുള്ള. കാരണം അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ഇങ്ങോട്ട് എടുത്താൽ പറ്റൂല. അതൊരു അക്ഷയ ഇതുപോലെ മാത്രമാണ്. നമുക്കിപ്പോ ഇൻഫിനിറ്റി എന്നൊരു സംഖ്യ നമുക്ക് അറിഞ്ഞ വലിയ സംഖ്യ മൈനസ് ചെയ്താല് ഇൻഫിനിറ്റി അങ്ങനെ തന്നെ അതങ്ങനെ തന്നെ അങ്ങനത്തെ ഒരു ഹലാക്കിന്റെ രുചിയാണ്. ആഴമുള്ള. അല്ല ഞാൻ പറഞ്ഞത് മുത്തറസൂല് സ്നേഹമാണ്. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ എന്ന് പറയില്ല നമ്മള്. ഏത് ആ ലൈന് സാധനമാണ്. അതിന്റെ ഒരു സ്നേഹം സാധനമുണ്ടല്ലോ, ആ ഒരു സാധനമാണ് സംഖ്യകളുടെ രാജ്യസ്നേഹം പോലെ. അതെ, പക്ഷെ മൂപ്പര് തുടക്കത്തിലൊക്കെ സ്നേഹം തന്നെയാണ് കേട്ടോ. കാരണം അന്ന് ആളെടുത്ത വിവരം അറിയാം. അല്ല മൂപ്പര് ആള് റൊമാൻറ്റിക് ആണ്. മൂപ്പര് ചെറിയ പ്രായത്തിൽ ഇതേപോലെ മുഹമ്മദ് അബൂ സുഫിയാന്റെ മോളെ, അബൂ സുഫിയാനല്ലേ നമ്മളെ അബൂ താലിബിന്റെ മോള് മുത്തപ്പാന്റെ അലീന്റെ പെങ്ങളെ ചോദിച്ചപ്പോ മുപ്പര് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ അതിൽ മുപ്പര് നമുക്ക് നല്ല ചെക്കന്മാരെ കെട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ കുറെ നിരാശയുള്ള ഒരു മനുഷ്യനാണ്. മോശമായിട്ടോ. കാരണം എന്താ വെച്ചാല് ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, അതെ ഒരു തമ്മില് അബൂ താലിബ് ചെയ്തത് ശരിയായില്ല. അതുണ്ട് അങ്ങനെ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട്. താലിബ് ചെയ്യേണ്ട എന്താ കുട്ടിനോട് ചോദിക്കണ്ടേ, എന്താ മോളെ എന്റെ അഭിപ്രായം ചോദിക്കണ്ടേ, അല്ലാതെ എനിക്ക് എന്റെ മോക്ക് വേറെ ഉദ്യാപ്പിളോട്ടൊന്നും അറിയാം ശരിയല്ല. ആ പിന്നെ ലേഡീന്റെ കൂടെ അല്ലേ മടിയിൽ തലച്ചെടുക്കുമ്പോൾ ആകാശത്തേക്ക് മറ്റേ വണ്ടി വന്നത്, സ്പേസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഉമ്മുഹാനി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇയാള് ഇവര് പറയണ സാധനം ഇതാണ്. അന്നോടെ കേൾക്കുമ്പോൾ നമുക്കൊരു ക്രിഞ്ച് വരും. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് പിൽക്കാലത്ത് മതവൽക്കരണം നടത്തിയത്. മതസംഘടനകൾ ഉണ്ടായിട്ട് കേവലം 120 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് മൂപ്പര പ്രശ്നത്തിന്റെ കാരണം എന്താന്നുള്ളത് മനസ്സിലായി. ഈ സ്നേഹമാണ് നബിതങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് പറയണത് മൂപ്പർക്ക് കണ്ടിട്ട് സഹിക്കണില്ല. കാരണം കിതാബിലുള്ള അതല്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പൊ ആ സ്നേഹത്തിനാണ് നബിതങ്ങൾ പ്രചരിപ്പിച്ചത്. പിന്നീട് ആ സ്നേഹം മാറ്റിയിട്ട് അവിടെ മതവൽക്കരണം നടത്താൻ ആൾക്കാർ ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു മൂല്യർ സ്വാഭാവികമായിട്ടും ട്രിഗർ ആകണം. കാരണം കാരണം സ്നേഹം അല്ലല്ലോ പഠിപ്പിച്ചേ. അത് ശരിയാണല്ലോ. കാത്തിലു എന്നാണ് മൂവർ പലതും തുടങ്ങിയിട്ടുള്ളത്. അതെ, അല്ലെങ്കിൽ നമ്മള് യായുഅന്നാസ് എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ കൊണ്ട് വരി, എന്നിട്ട് ചെയ്യണത് കാത്തിലു അല്ലെങ്കിൽ മുശ്രിക്കൂനാന്നൊക്കെ പറയും. സ്നേഹമാണ് എനിക്ക് ട്രിഗർ ആവാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. കറക്റ്റ് ആണത്. നല്ലൊരു മനുഷ്യൻ അറിയില്ല അവള്. അല്ല ഞാൻ ഇയാൾ ട്രിഗർ എന്ത് ഇപ്പൊ ഇങ്ങനെ പറയണതേ, മതം ത്യജിക്കൂ, മനുഷ്യനെ സ്നേഹിക്കൂ. ഇതാണ് മതമില്ലാത്ത സൂപ്പി ബോർഡിന്റെ ഒരു സൂപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. കളിയ എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. അല്ല മിസ്റ്റേക്ക് അല്ല, നമുക്ക് മനഃപൂർവ്വം വരുത്തണം അല്ലേ. അല്ല നമ്മൾ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ചില ആളുകൾ സ്ഥിരമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇത് മനഃപൂർവ്വം അല്ലേ. ഇയാൾ അങ്ങനെ തെറ്റണടിക്കുമല്ല. ഓക്കെ. സൂപ്പി ബോർഡിന്റെ മുദ്രാവാക്യം: ഞങ്ങൾ മതമില്ലാത്തൊരു സംഘടനയാണെന്ന് പത്രസമ്മേളനം വിളിച്ച് അവർ തന്നെ പരസ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റേ നമ്മളത് ഇങ്ങനെയാണ് കേൾക്കുന്നത്. സ്നേഹമാണ് സൂഫിസം. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ദേശീയ ഗവൺമെന്റിന്റെ കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാന്തപുരത്തിന്റെ ആ ടീം തന്നെയാണ്. അതിൽ പക്ഷേ ഈ സക്കാഫിക്ക് എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല കേട്ടോ. കാരണം ദേശീയ ഗവൺമെന്റിന്റെ സൂഫി സമ്മേളനത്തിനാണല്ലോ മൂപ്പര് ഉസ്താദിന്റെ ഉസ്താദ്, അല്ലാത്ത ഉസ്താദ് സയ്യിദ് മോഡിയും ഷെയ്ബിന കാന്തപുരം
പോയത്. അപ്പം അതിനോട് മുമ്പർക്ക് എതിർപ്പുണ്ടാവും എനിക്ക് തോന്നണില്ല. നിങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റുകൾ ബാക്കി വായിച്ചു നോക്കണ്ടേ, അതിനോട് ഒരു എതിർപ്പ് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല. അതിനോടെല്ലാം തോന്നുന്നു. അതുകൊണ്ടായിരിക്കൂല. ഇവര് പറഞ്ഞ എങ്ങനെയാണ്, എന്താണ് ഭാരതം, ഭാരതത്തിന്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാണ്ട മനെ, ആ പൈതൃകമൊക്കെ നിലനിർത്താതൊക്കെയാണ് മനുഷ്യന്മാർക്ക് നല്ലത്. ഭാരതത്തിന്റെ ആ പൈതൃകം തിരിച്ചു കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ നിങ്ങള്, ഞാൻ പറയണില്ല. ഒരു ചെങ്ങായി ഉണ്ടായിനല്ലോ, ശംഭുകനാണോ? ഐ ആം ടോക്കിംഗ് ടു ദ മീ ഇൻ മീ ടു ദ യു ഇൻ യു ബിക്കോസ് ഓഫ് ദി മീ ഇൻ മീ ത്രൂ ദ മീ ഇൻ യു എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു സാധനം ഇല്ലേ? ആ ചെങ്ങായിന്റെ പേര് വേറെ ഏതൊരു ദ്വീപ് പോയിട്ട് രാജ്യമൊക്കെ ഉണ്ടാക്കിയ നിത്യാനന്ദ, എന്തോ ഒരു ആനന്ദ, നിത്യാനന്ദ തന്നെയല്ലേ, എന്തോ ഒരു തരികിടാനന്ദ. ആ ജാതി വല്ല നാട്ടിൽ പോവാണെങ്കിൽ എന്താ ആ ജാതി പൈതൃകം കൊണ്ടുവരാണെങ്കിൽ നല്ലതെന്നും മനുഷ്യന്മാർക്ക്. സൂര്യനൊക്കെ അരമണിക്കൂർ ഡിലേ ആയിരിക്കും. ആ പൈതൃകമൊക്കെ തിരിച്ചു കൊണ്ടുവന്നാല് പല ആൾക്കാർക്കും അന്തിക്ക് വെല്ലമ്പരാൻ വന്ന് മുട്ടാണെങ്കിൽ കിണ്ടിയും വെള്ളമായിട്ട് ഇറങ്ങി പോകേണ്ടി വരും. ഭാരതത്തിന്റെ പൈതൃകം കൊണ്ട് ഇവിടെ ആൾക്കാർക്ക് നീറ്റെടുക്കാൻ വയ്യാത്ത കുഴപ്പമില്ലാവും അത്. ഇവിടെ മനുഷ്യന്മാരെ കൊന്നാല് എന്തില്ല, ജീവഭാര്യം എന്തില്ല, സുഖമായിട്ട് ഇപ്പൊ പ്രധാനമന്ത്രി വരെ ആവാം അതിന് കൂട്ടുന്നാല്. ഏത് പണ്ട് ഒരു ഈ ബീഫിന്റെ പേരിൽ തല്ലിക്കുന്ന ഒരു ചങ്ങയുണ്ട്, ശംഭുലാല് പിന്നെ പല സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പില്. ആ നാടാണ് ഈ നാട്. ഏതൊരു പണ്ട് ഈ കുറച്ച് ഏതൊരു പിന്നെ ക്രിസ്ത്യൻ ഒരു ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്ന മക്കളൊക്കെ ചുട്ടു കൊന്നിട്ട് ഇപ്പോൾ ഓല് ജാമ്യത്തിലല്ല ശിക്ഷ ഇളവ് ചെയ്തതിന്റെ കാരണം എന്താ പറയുക, ഓല് നല്ല മനുഷ്യന്മാരായി. എന്നിട്ട് ചെയ്ത പണി എന്താ വെച്ചാല് ബലം പൂമാലിട്ട് സ്വീകരിച്ചു വെച്ചിരുന്നു പോലീസുകാരും ഇവരും ഒന്നായിട്ട്. എന്തോരം നല്ല മനുഷ്യന്മാര് ചുട്ടു. അല്ല, ഈ ഗ്രാംസ്റ്റെയിനെ കൊന്ന കൂട്ടത്തിലുള്ള ഒരാൾക്ക് പിടിച്ചിട്ട് പണ്ട് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക്. അത് അയ്യോ, ആ ചെങ്ങന്റെ പേര് ഞാൻ മറന്നല്ലോ. ഒരു താടിപ്പാപ്പ, ഭയങ്കര സാത്വികനാണെന്നൊക്കെ പറഞ്ഞു കേന്ദ്രമന്ത്രി ആയിക്കട്ടെ, മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള നല്ല മനുഷ്യൻ വേണ്ട. ആ ഒരു ഭാരത സംസ്കാരമാണെങ്കിൽ നമുക്ക് വേണ്ട കോയ. അതെ, അത് നമുക്ക് നടക്കൂല. അകങ്ങൾ നടത്തണോന്ന് നടത്തിക്കോളി. അതിനൽപ്പം നിങ്ങൾ ഏപ്പിക്കാരെയൊക്കെ പറ്റും. ശ്രീനിവാസ മേനൊക്കെ കണക്കാണ്. അപ്പൊ ഇവിടെ പറയണത് എന്താ വെച്ചാല്, ഇതില് സിബത്തുള്ളക്ക് ഇപ്പൊ പേര് സിബാത്തുള്ള സ്പെല്ലിങ് ആൾക്കാരെ നോക്കണം. നമ്മള് പ്രൊണൗൺസിയേഷൻ ശരിയായില്ല എന്നും പറഞ്ഞിട്ട് ഇനി വരാൻ നിൽക്കരുത്. നമ്മള് സക്കാഫി നമ്മള് മറ്റേത് പറഞ്ഞാല് മൂപ്പര് പറഞ്ഞ എന്താ, മതം ത്യജിക്കൂ, മനുഷ്യനെ സ്നേഹിക്കൂ. ഇതാണ് സൂപ്പി ബോർഡിന്റെ മുദ്രാവാക്യം. തങ്ങൾ മതമില്ലാത്ത സംഘടനയാണെന്ന് പത്രസമ്മേളനം വിളിച്ച് അവർ തന്നെ പരസ്യമാക്കിയിട്ടുണ്ട്. ഇതാണ് മൂപ്പര് പറയണത്. ഇസ്ലാം മതം മുറുകെ പിടിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇതായിരുന്നു ഖാജ തങ്ങളും മമ്പുറം തങ്ങളും അടങ്ങുന്ന സൂഫികളുടെ നിലപാടും ജീവിതവും. അങ്ങനെയായിരുന്നു മറ്റേ ഖാജ മമ്പുറം തങ്ങളുടെ നിലപാട്, അതായിരുന്നു പറഞ്ഞത്. അതാണ് ഇസ്ലാം മതം മുറുകെ പിടിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അങ്ങനെ സാധനമുണ്ട്. മനുഷ്യനെല്ലാരും ഒരേപോലെ തന്നെയാണോ സ്നേഹിക്കേണ്ടത്? അത് എനിക്കല്ല, അത് ഖുർആൻ വായിച്ചു നോക്കണം. അപ്പൊ ഈ മമ്പുറത്ത് തങ്ങൾ പോണ പള്ളിയില് അള്ളാഹുമ്മ അതിലെ ശിർക്ക് വൽ മുസ്ലിമീൻ ദ്വാരക്കയില്ലേനോ? അതോ മൂപ്പര് പള്ളി പോയില്ലേനോ? ഇസ്ലാം വൽ മുസ്ലിമീൻ ഈ അതിലെ ശിർക്ക വൽ മുസ്ലിം അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാല് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഐശ്വര്യം പ്രദാനം ചെയ്യണം, ഇസ്സത്ത് പ്രദാനം ചെയ്യണം, അന്തസ് പ്രദാനം ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതിലെ ശിർക്ക വൽ മുശ്രിക്ക് എന്ന് പറഞ്ഞാല് ബഹുദൈവ വിശ്വാസത്തെയും ബഹുദൈവ വിശ്വാസികളെയും നിന്ദ്യരാക്കണേന്. അപ്പൊ അങ്ങനെ സ്നേഹമാണ് മമ്പുറത്ത് തങ്ങൾ പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ മമ്പുറത്ത് തങ്ങൾ പറയില്ലേ, അജുവിന്റെ നിങ്ങൾ ഇങ്ങനെ ദ്വാരക്കല്ലേ, അതിന് പകരം നിങ്ങൾ എല്ലാരും നന്നാക്കണേ, മനുഷ്യന്മാരെ മൊത്തം നന്നാക്കണേ, ദ്വാരക്കണേ. അത് ദ്വാരക്കാൻ കഴിയില്ല. കാരണം ഇവര് ഫോളോ ചെയ്യുന്ന കിതാബുണ്ട്, ഫത്താവൽ ഹദീസ് നജറുൽ ഹൈതമീന്റെ കിതാബിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്ത് മനുഷ്യന്മാരെ മുഴുവൻ നന്നാക്കണേ എന്ന് ദ്വാരക്കാൻ പാടില്ല, അങ്ങനെ ദ്വാരക്കൽ ഹറാമാണ്. പിന്നെ എങ്ങനെ പോലെ മനുഷ്യ സ്നേഹം പഠിപ്പിച്ചെന്ന് പറയാം. അതായത് മനുഷ്യന്മാരെല്ലാരും നന്നാക്കണേ ദ്വാരക്കാനേ പാടില്ല. എന്നിട്ട് പിന്നെ ആളെ കൊടുത്തൊന്നും ദ്വാരക്കണം എന്താ, ബഹുദൈവ വിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും നിന്ദരാക്കണേ. അതിന് പകരം ആ മനുഷ്യന്മാർക്ക് ഈമാൻ കൊടുക്കണേ, പഠിച്ചോനെ ദ്വാരക്കുന്ന ആജാമുദ്ദീൻ ചിശ്തി പറഞ്ഞോ എനിക്കറിയില്ല. നീ പറഞ്ഞെങ്കിൽ മൂപ്പര് നല്ല മനുഷ്യനാ. അതഞ്ഞിപ്പോ മൂപ്പര് പള്ളി പോകാത്ത ആളാണോ അതും അറിയില്ല. വലിയ ഔലിയാക്കളൊക്കെ എന്ന് പറഞ്ഞാല് നിസ്കരിക്കാൻ നമ്മൾ കാണണമെന്നില്ല കേട്ടോ. ഒരു ചിലപ്പോ മക്കയിലെ പള്ളിയിലൊക്കെ നിസ്കരിക്കും. ഇവിടെ ചിലപ്പോ കഞ്ചാവ് അടിച്ചെടുക്കുന്ന ടീമായിരിക്കും. അത് ശ്രദ്ധിക്കണം. അത് മറ്റേ ചങ്ങായി പറഞ്ഞല്ലോ, ഒരു ഔലിയ കഞ്ചാവ് അടിക്കണതായിട്ട് നിങ്ങൾ കണ്ടാൽ അത് കഞ്ചാവല്ല.
ഒരൗല്യ അങ്ങാടിയിൽ നിന്ന് മൂത്രം പത്തനങ്ങൾ കണ്ടാൽ അത് മൂത്രമല്ല, അതിന്റെ രാസഘടന തന്നെ വേറെയാണ്. അപ്പൊ ഔലിയാക്കള് നിസ്കരിക്കാത്തതൊന്നും നിങ്ങള് കണക്കൂട്ടാലോ. ഔലിയാക്കള് അതായത് പിന്നെ കുമ്പിടി മേരിയാണ്, 10 സ്ഥലത്ത് കാണും. ഇബലെ വേറൊരു വലിയൊരു ഔലിയുണ്ട്, ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി എന്ന് പറഞ്ഞിട്ട്. മൂപ്പര് 8 തുരീഖത്തുകളുടെ സൂഫി തുരീഖത്തുകളുടെ ഖലീഫയാണെന്നൊക്കെയാണ് പറയണത്. 2ാം സഹസ്രാബ്ദത്തിന്റെ മുജദ്ദിദാണ് മൂപ്പര് എന്ന് പറഞ്ഞാണ്ട് AAP-കാര് പുസ്തകം ഇറക്കിനോടെ. ഓന്റെ ഔദ്യോഗിക അത് സൂഫിയാ? അത് സൂഫിയാ? പെരുന്ന് സൂഫി അല്ലേ? മൂത്ത സൂഫി. മൂപ്പര് സൂഫിയില് വരില്ലല്ലോ. ഇല്ല, അത് മൂപ്പര് പറഞ്ഞ അതിനെ മൂപ്പര് സൂഫി എന്ന് പറയില്ല, അതിന് മൂപ്പര് ഷെയ്ഖ് സൂഫി എന്ന് പറയുള്ളൂ. സൂഫി എന്നേ പറയുള്ളൂ. മൂപ്പര് പറഞ്ഞെന്താ വെച്ചാല് മുർത്തസാഖാന് കത്തെയ്താണ് മൂപ്പര്, ഇജ്ജ് അവിടെ പോയിട്ട് അമ്പലം പൊളി, അവിടെയുള്ള ആ വിഗ്രഹങ്ങളൊക്കെ മേത്ത് എന്നിട്ട് കാർക്കിച്ച് തുപ്പാൻ എനിക്ക് കൊതിയാകുന്നുണ്ട്, എന്റെ ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. നല്ല മനുഷ്യ സ്നേഹമല്ലേ? നല്ലൊരു മനുഷ്യൻ. അതേമാതിരി ഇവലിപ്പോ കുത്തുബില്ലാലം എന്നൊക്കെ പറഞ്ഞ് വലിയ സൂഫിയാന്നും പറഞ്ഞ് നടക്കുന്നത് ഷെയ്ഖുന മടവൂർ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട്. മൂപ്പര് ഒരു ബസ്സിന്റെ ഡ്രൈവർ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ആ ബസ് കയറൂല. ഇതൊക്കെ മൂപ്പര് കറാമത്തായിട്ട് വല്ല CM സ്മരണകയിൽ എഴുതി വെച്ചതാ. നല്ല മനുഷ്യസ്നേഹിയാണല്ലോ, യജാതി മനുഷ്യസ്നേഹി. അതേപോലെ പോലെ വേറെ ഷെയ്ഖുണ്ട്, ഗംഗോഹി എന്നുണ്ട്, അബ്ദുൽ ഖുദ്ദൂസ് ഗംഗോഹി. പിന്നെ ഇത് ഖുദ്ദൂസിയ റാത്തീബ്, ഖുദ്ദൂസിയ ഉറൂസ് ഒക്കെ ഉണ്ടാവില്ല ഇടക്കിടക്ക്. മൂപ്പര് ജഹാംഗീറിന് ഇത് കത്തിലുള്ളതാണ്. ഈ കാഫിര്യങ്ങളൊക്കെ പട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യണമെന്ന്, എന്ത് ജാതി മനുഷ്യസ്നേഹം. ഇപ്പം ഈ ഖാജാ മൊയിനുദ്ദീൻ എങ്ങനെയാണ്, മുമ്പത്തെ തങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ജാതി സൂഫികളൊക്കെ നല്ലതാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇനിയിപ്പം ഇവരൊക്കെ പള്ളി പോകാത്ത സൂഫികളെ ഇനിയോ, അല്ലെങ്കിൽ അള്ളാഹും അതിലെ ശിർക്ക് വൽ മുശ്രിക്കീൻ ആയിരിക്കുമ്പോൾ ആമീൻ പറയാത്ത സൂഫികളെ ഇനിയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞെന്നാ നമ്മൾ. ഞാൻ ഈ പ്രതിമകൾ ഇതാക്കിയപ്പോഴേ ഞാൻ അപ്പോഴാ പുസ്തകം എടുത്തത്. അത് പണ്ട് ഒരു തീട്ടത്തിൽ മുക്കിയൊരു കഥ ഉണ്ടായില്ല, ബിലാലിന്റെ അല്ലേ? അല്ലല്ല, ബിലാല് കഅബയിൽ അപ്പിട്ട കഥ അല്ലേ? അതല്ലത്. ഇത് അംറുബ്നു ജനൂഹ് എന്ന ആളാണ്. അംറുബ്നു ജനൂഹ് എന്ന ആള് മരത്തടിയിൽ നിർമ്മിതമായ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. ഇത് മദീനത്തുനിന്ന് മനസ്സിലായി. പ്രതിമ ഉണ്ടായിരുന്നു, മനാത്തിന്റെ പ്രതിമയാണ്. ബനൂ സലമ ഗോത്ര നേതാവും പ്രമുഖ കുടുംബത്തിലെ അംഗവുമായിരുന്ന അമ്ര മറ്റ് പ്രമുഖർ ചെയ്തിരുന്ന പോലെ മനാത്തിനെ സ്വഭവനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയായിരുന്നു. സ്വന്തം പ്രതിഷ്ഠയായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഗോത്രത്തിലെ ചില യുവാക്കൾ ഇസ്ലാമം സ്വീകരിച്ചു, ഈമാനുള്ള മനുഷ്യരായി. ഹിദായത്ത് കിട്ടി. ഹിദായത്ത് കിട്ടിയപ്പോൾ ഒരു ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവർ രാത്രി പ്രതിമ എടുത്തുകൊണ്ടുപോയി മലവിസർജനം നടത്തപ്പെട്ടിരുന്ന ഒരു കുഴിയിൽ തലകുത്തി നിർത്തും. ഒരുമാതിരി അവന്റെ സ്ലം ഡോഗ് മില്യനറിൽ മറ്റേ അമിതാഭ് ബച്ചനെ കാണാൻ പോണ അവസ്ഥയാണ് മനാത്തിന്റെ അവസ്ഥ. പിന്നെ നല്ലൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞത് കുറെ മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ. ഹീമാൻ അങ്ങോട്ട് കൂടിയിട്ടുണ്ടല്ലോ. ഈ അലിയും മുഹമ്മദും കൂടെ ഹിജറക്ക് പോണതിന് മുന്നേ ചെയ്തൊരു പണി എന്താണെന്ന് അറിയാം? കായബയിൽ പോയാണ്ട് അവിടുത്തെ വിഗ്രഹങ്ങൾ ഏറ്റവും മുകളിൽ വെച്ചെടുത്താണ് തള്ളിയിടുക കീപ്പെട്ട്. ആദ്യം അലി അന്ന് കുട്ടിയാണല്ലോ, ചെറിയ കുട്ടിയാ. ആദ്യം അലിനോട് കുമ്പിടാൻ പറഞ്ഞു. എന്നിട്ട് ആ ചെറിയ കുട്ടീൻ്റെ മേത്ത് ചവിട്ടി കയറിയ ആള് ചവിട്ടി കയറിയപ്പോൾ ഇയാളങ്ങോട്ട് പ്രപഞ്ചം മുഴുവൻ കണ്ടെന്നാ പറഞ്ഞത്. കനം കൊണ്ടേ, കുട്ടിയല്ലേ, കുട്ടീൻ്റെ തല ചവിട്ടി കയറി എങ്ങനെ ഉണ്ടാകും? പെരടി ചവിട്ടി കയറിയല്ലേ. എന്നിട്ട് പിന്നെ മുഹമ്മദ് അടി ഇരുന്നാണ്ട് അലിനോട് ചവിട്ടി കയറാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ മുഹമ്മദ് അടിയിലും അലി മേലെ നിന്നിട്ടാണ് ആ മുകളിലുള്ള വിഗ്രഹങ്ങളൊക്കെ തള്ളിയിട്ടത്. വടിയോണ്ട് കുത്തി തള്ളിയിട്ട ജാതി പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചാണ്ടാണ് മതി. പോണ പോക്ക് ചെയ്തു വിട്ടണത്. എന്ത് ചെയ്യണം നിനക്ക്? മുജാഹിദ് ബാലിശ്ശേരിന്റെ പുതിയ പ്രസംഗത്തിൽ എന്തോ പറയണ്ടല്ലോ, നമ്മൾ ഒരു സാധനത്തിന്റെ അടിയിൽ ഒരു സാധനം തപ്പാൻ പോവില്ല. അടി നെറൂല തപ്പേ, അടി തപ്പാൻ പോലെന്നല്ലേ പറഞ്ഞേ. നമ്മളത് പറയില്ല, ഇന്ത്യയിൽ പറയില്ല, അതാണ് സാധനം. അത് നമ്മള് പണ്ട് മുഹമ്മദ് പറയണേ, നമ്മൾ ഇപ്പോഴുള്ള മനുഷ്യന്മാര് ചിലപ്പോ ചെയ്തില്ലാന്നൊക്കെ വരും. മുഹമ്മദ് ഇതൊക്കെ തപ്പാൻ പോയിട്ടുണ്ട്. അതെ, നമ്മളെ വല്യാപ്പാന്റെ സെല്ലി സ്ഥലമാണ് ഇതൊന്നും പറഞ്ഞിട്ടാണ് ഹാഗിയ സോഫിയ കിടക്കിയെന്ന് പറഞ്ഞിട്ടാ. അന്ന് ഹാഗിയ സോഫിയ
പള്ളിയാക്കിയ സമയത്ത് നമ്മളെ പണക്കാട് സാധിക്കലി ചന്ദ്രികയിൽ ലേഖനം എഴുതി. അന്ന് ഞാൻ കണ്ട എല്ലാ മുസ്ലിം ഹാൻഡിൽസും അതിനെ ന്യായീകരിച്ചുകൊണ്ടുണ്ടായിന്. അതായത് ആ പള്ളിയാക്കിയനെ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ഇസ്ലാമോഫോബിയക്ക് ഏറ്റവും ആക്കം കൂട്ടിയ 2 സംഭവങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ഹഗിയ സോഫിയ സംഭവം എന്ന് പറയുന്ന സാധനം. അന്ന് ഓൾമോസ്റ്റ് ഓൾ ഹാൻഡിൽസ് അതിനെ ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ മൗനം പാലിച്ചുകൊണ്ടുള്ളത്. അത് ശരിക്കും ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്, അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. പിന്നെ അതേപോലെ ഈ ജോസഫ് മാഷിന്റെ കൈവട്ടല്, അന്ന് അതിനെ നിരുപാധികം തള്ളി പറയണ ഒരൊറ്റ മുസ്ലിമിനെ പോലെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. നിരുപാധികം പക്ഷേ പറയാത്ത ഒരു മുസ്ലിമിനെ പോലും ആ വിഷയത്തിൽ പറഞ്ഞത് അങ്ങനെ ചെയ്തത് ശരിയായി എങ്ങനെ പറയാ, അയാളോട് ചെയ്തത് ശരിയായില്ല പക്ഷേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത്, പിന്നെ അയാളുടെ സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലീറ്റ് അയാൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കരളിന്റെ കഷ്ണമായ മുത്തിന്റെ മുത്തായ എന്നും പറഞ്ഞിട്ട് ബാക്കി പിന്നെ അതിനെ കുറിച്ചേ ഉള്ളൂ പരാമർശങ്ങള്. അല്ലാതെ ഇത് അവിടെ തീർന്നു. പോട്ടെ, ആ കൈവെട്ട് കേസിലെ പ്രതിയായി ഇരിക്കുന്ന ഒരാള് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടല്ല, ജയിലിലിരിക്കെ മത്സരിച്ച് ജയിക്കുന്നത് SDPI ബാനറിൽ മത്സരിച്ച് ജയിക്കുന്നത് 1000-ലധികം വോട്ടിനാണ്. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് കൊടുത്തൊരു സന്ദേശമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്യണ സമയത്ത് അതിന്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞ് ഇസ്ലാമിക് ഫോബിയ പ്രചരിപ്പിക്കുന്നേ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നത്തിന് മറുപടി ആവില്ല. അതായത് ചെയ്ത തെറ്റുകൾ പണ്ട് ചേകനൂർ പറഞ്ഞ പോലെ ചെയ്ത തെറ്റുകൾ തെറ്റുകളായി അംഗീകരിക്കണം. അതിനെ അംഗീകരിച്ചാലേ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ അതിൻ്റെ തൊലിപ്പുറത്ത് നമ്മളങ്ങനൊന്നും അല്ലടാ. അതായത് ഇപ്പോൾ ഒരാളൊരു ആട്ടുംകട്ടം കടലമാവിൽ മുക്കി കൊണ്ടുവന്നാൽ സാധനം തിന്നാൻ പറ്റൂല, ആട്ടുംകട്ടൻ്റെ ഉള്ളിലോട്ട് ഉണ്ടാവും. അത് നമ്മൾ ഈ അവകാശങ്ങളുടെ കുറിച്ചിട്ട് പറയില്ല നമ്മൾ. അതായത് ശരിക്കും നമ്മൾ പലസ്തീനിലെ വിഷയത്തിൽ പിന്നെ അവിടെ ഒരു പലസ്തീനി മുസ്ലിം ആയതുകൊണ്ടല്ല, പലസ്തീനികളുടെ അവകാശത്തിന് പ്രശ്നം. അപ്പോൾ അവകാശം നിഷേധിക്കുമ്പോൾ നമ്മൾ അവകാശത്തിന് നിഷേധിക്കുന്ന അപ്പം കൂടെയുള്ള കുറേ ആളുകൾ, നിരീശ്വരവാദികളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതേപോലെ അവകാശ നിഷേധനം, അത് ജനസൈഡായാലും പോലും അംഗീകരിക്കാതെ നിൽക്കുമ്പോൾ നമ്മളത് ശരിയാവുന്നില്ല. അത് ചെയ്യുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ ചിലപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, കൈയടിക്കാൻ കുറെ ഇസ്ലാമിസ്റ്റുകൾ വരും ആ നേക്കില്. അപ്പൊ ഇതേപോലൊരു സന്ദർഭം, ഇതേപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യത്വ വിരുദ്ധത ഇങ്ങനെ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലബ് ഹൗസിലൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇസ്ലാമിസ്റ്റ് എന്താണെന്ന് മറ്റേ ഇവർക്കെതിരെ ഓരോക്കെതിരെ ടൈറ്റിലാണല്ലോ നല്ലത്, അതൊക്കെ നല്ല രസമാണ്. ഏതൊരു ഉത്സവത്തിൽ വന്ന് ചെറിയ കുഞ്ഞിനെ പോലെ. അപ്പം ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച മുജാഹിദ് ബാലുശ്ശേരി മറ്റേ ഈ ആദില നൂറയ്ക്കെതിരെ കൂടത്തരം പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? അത് അവരുടെ അവകാശത്തിനെതിരെയുള്ള, അവരധിക്ഷേപിക്കില്ല, അവർക്കൊരു പിന്നെ എല്ലാ മനുഷ്യരും ജീവിക്കുന്ന പോലുള്ള ജീവിക്കാനുള്ള അവകാശത്തിനെതിരെയുള്ള സാധനമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അങ്ങ് ഫുൾ ട്രിഗറായിട്ട് പിന്നെ ഒരു ബഹളമായിരുന്നു അവിടെ. അത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഗാസയിൽ നടന്ന വംശഹത്യ, അത് വംശഹത്യയാണ്, എതിർക്കപ്പെടേണ്ടതാണ്, ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റിയാണ്, ബെഞ്ചമിൻ നെതന്യാഹു ഒരു അന്താരാഷ്ട്ര ക്രിമിനലാണ് എന്നുള്ളൊരു പൊസിഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത് മനുഷ്യത്വത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നം അതല്ല. ഇതേപോലെ ഒരു ജിനോസൈഡാണ് അർമീനിയൻ ജിനോസൈഡ്. ഈ അർമീനിയൻ ജിനോസൈഡ് നടക്കുന്ന സമയത്ത് തന്നെ പാരലലി ബാൽക്കൻ വാറിൽ കുറെ തുർക്കി സൈനികർക്ക് പരിക്ക് പറ്റി. ആ സൈനികരെ ചികിത്സിക്കാൻ വേണ്ടി ഇവിടെ മലയാള നാട്ടിൽ നമ്മളെ പുത്തമ്മാളിയേക്കൽ മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ മാപ്പിളാരെ പിരിവെടുത്ത് പൈസ അയച്ചു കൊടുത്താണ് തുർക്കിക്ക്. ആ അർമീനിയൻ ജിനോസൈഡ് നടക്കുമ്പോ മനസ്സിലായില്ലേ? പക്ഷെ ആ ജിനോസൈഡിലൊന്നും വലിയ പ്രശ്നമില്ല, കാരണം അത് അവനാൻ്റെ ആൾക്കാരല്ല. ഇതേ പ്രശ്നം തന്നെയാണ് ഈ പിന്നെ നാസ്തികരായ ആൾക്കാർ ഗാസയിൽ ജിനോസൈഡ് നടക്കുമ്പോൾ അവർക്ക് പ്രശ്നമില്ലാത്തത്. അത് ഞമ്മക്ക് ഇഷ്ടമുള്ള ആൾക്കാരല്ല അവിടെ ഇരയാവണത്. അതാണ് റഹ്മത്തുള്ള പറഞ്ഞത്, ഇവിടെ ശത്രു ആരാണ്? നമ്മളെ സുഹൃത്തുക്കളാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുക, ആ ലൈൻ പിടിക്കുക. ഇവിടെയുള്ള എല്ലാവർക്കുള്ള ഡിപ്പോക്രസി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകള് ബാക്കിയുള്ള ജനസൈഡായിട്ട് വരും കേട്ടോ. അവിടെ എന്താ വെച്ചാല് പിന്നെ ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രഖ്യാപിക്കേണ്ട, ഹ്യൂമൻ റൈറ്റ് വാച്ച് പ്രഖ്യാപിക്കേണ്ട, UN പ്രഖ്യാപിക്കേണ്ട, അതിന്റെ മുമ്പ് ജനസൈഡാണ്. ജനസൈഡായിട്ട് പറയും. ഇനി പ്രഖ്യാപിച്ചാലോ? എന്നിട്ട് ഇവരെന്താ പറയണെന്ന് വെച്ചാല് ഇത് നിങ്ങൾ കാണുന്നില്ലേ? അതെ, അത് നമ്മൾ കാണുന്നുണ്ട്, അത് ജനോസൈഡാണ് മാഷെ. ജനസൈഡ് ഓക്കെ പിന്നെന്താ നിങ്ങൾ മറ്റേത് ജനസൈഡാന്ന് ഇപ്പോഴെങ്കിൽ തീരുമാനമാക്കിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് യമനിലേക്ക് നോക്കൂ, സുഡാനിലേക്ക് ട്രിഗർ ആവാ. സെലക്റ്റീവ് വേദന. അതായത് ഇപ്പം
ഈ ഇവർക്ക് ഇപ്പോഴും ഒക്ടോബർ 7 ഹമാസ് ചെയ്താലേ വേദന ഉള്ളൂ. അതിന്റെ മുന്നേ നൂറ്റാണ്ടുകളോളം അവിടെ യഹൂദി ഭീകരവാദികൾ ചെയ്ത് കൂട്ടിയ പോക്രിത്തരങ്ങളിൽ ഒരു വേദനയില്ല. അവിടെ ഗ്രാമങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി കിണറിൽ വരെ പിന്നെ വിഷം കലക്കിയ ആൾക്കാരെ കൂട്ടക്കൊലൊക്കെ ചെയ്തതിന് പ്രശ്നമില്ല. അവിടെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഓടി നടന്ന ഐക്യരാഷ്ട്രസഭേന്റെ പ്രതിനിധിനെ കാർ ബോംബ് സ്ഫോടനത്തിൽ യഹൂദ ഭീകരവാദികൾ കൊന്നവർക്ക് പ്രശ്നമില്ല. നിരവധിയായ സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും നടത്തിയിട്ട് ആ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ അവിടുന്ന് ഓടിച്ചതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. അതൊന്നും അവരെ കണ്ണിൽ പ്രശ്നങ്ങളല്ല. കാര്യം എന്താ വെച്ചാൽ പണ്ട് ഈ ഓസ്ട്രേലിയയിലേക്ക് ഈ വെള്ളക്കാർ അധിനിവേശം ചെയ്ത സമയത്ത് അവിടെയുള്ള ആളുകൾ അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ടാക്കിയൊരു തിയറി അവർക്ക് മനുഷ്യന്മാർക്കുള്ളതുപോലെ വികാരങ്ങൾ ഒന്നുമില്ല. ദേ ആർ ലെസർ ഹ്യൂമൻസ്. ഇവര് ഈ പിന്നെ ഗാസയിലെ വംശഹത്യനെ ന്യായീകരിക്കുന്ന ആളുകൾ എഫക്റ്റീവ്ലി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെ ബിഹേവിയേഴ്സിലൊക്കെ കാണുന്നത് ഇവരുടെ വേദനകളൊന്നും വേദനകളല്ല, ദേ ആർ ലെസർ എന്നുള്ളത് തന്നെയാണ്. അവിടെ ജൂതൻ അനുഭവിച്ചതിനെ കുറിച്ച് പോലും ഇങ്ങനെ ഭയങ്കര എന്തൊരു സങ്കടമാണോ, ജൂതന്മാരങ്ങനെ അനുഭവിച്ചു ഇങ്ങനെ അനുഭവിച്ചു എന്ന് പറഞ്ഞാണ്ട് ആ അനുഭവിച്ച ജൂതന്മാരുണ്ട്. ഇന്നുള്ള ഇസ്രായേലിലുള്ള ഒരു കുട്ടി പോലും ആ കൂട്ടത്തിലില്ല. ബഷീർ പറഞ്ഞ പോലെ വാപ്പാക്ക് ആനുണ്ടെങ്കിൽ വാപ്പാക്ക് തയമ്പുണ്ടാവും. അത് നമ്മളെ ചന്തിമ തെരഞ്ഞാൽ കാണുമോ? അതിന്റെ ഒരു അംശം പോലും ഇന്ന് ഈ അതിക്രമം നടത്തുന്ന ഇസ്രായേലിലുള്ള സയനിസ്റ്റ് അനുഭവിച്ചിട്ടില്ല. ആ വേദനകളൊന്നും അവിടെ ഇല്ല. ആ വേദന അനുഭവിച്ച ആളുകളൊക്കെ അവർക്ക് മരിച്ചുപോയി. ഞാനിപ്പോ UAE ചെയ്യുന്ന UAEന്റെ ഗോൾഡിൻ, ഇപ്പം സുഡാനിലുള്ള ഗോൾഡിന്റെ 80% ഇതിന്റെ ആള് UAE ഉണ്ട്, റഷ്യ ഉണ്ട്, ചൈന ഉണ്ട്. അതെ, അവിടെ ഒന്നും ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അതിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ പറഞ്ഞ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന മൊബൈൽ പോലും ഇത് ചിലപ്പോ ഇതിലൊരു രക്തത്തിന്റെ പങ്കുണ്ടാവും. ഒഴിവാക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങളാണ്. ഇവിടുത്തെ ജനോസൈഡിനെ എന്താ പറയാ, ഗാസയിലെ ജനോസൈഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് സൂഡിയോനെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഏത് എവിടെ നിന്നിട്ടാ പറയണേ? കാനഡയിൽ നിന്നാണ്ട്, അമേരിക്കയിൽ നിന്നാണ്ട്, ആർക്കും വേണ്ടി പണിയെടുത്താണ്ട്, ഓൽക്കും വേണ്ടി പണിയെടുത്ത് ഓൽക്ക് ടാക്സ് അടിച്ചാണ്ട്. അതായത് ഗാസയിൽ വീണ ബോംബുണ്ടല്ലോ, ഈ ഗാസയിൽ വീണ ബോംബിലേക്ക് സാമ്പത്തികമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് ആ ഒരു അമേരിക്കക്ക് ടാക്സ് അടക്കുന്നുണ്ട്. ഓരുടെയും കൂടെ പ്രവർത്തനത്തിന്റെ ലാഭവിഹിതം കൊണ്ടാണ് അമേരിക്കൻ എക്കോണമി നിലനിൽക്കുന്നത്. ആ സമ്പത്താണ് ആർക്ക് സഹായമായിട്ട് നെതന്യാഹുവിന് പോണത്. എന്നുവെച്ചാൽ ഡയറക്ട്ലി ഗാസയിൽ വീണ ബോംബിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇങ്ങനെ അമേരിക്കയിലൊക്കെ ഇരുന്നിടങ്ങനെ മലയാളത്തിൽ വീഡിയോ ഇടാ. സൂഡിയോ ബഹിഷ്കരിക്കണം. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്. എനിക്കൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം. ഇങ്ങനത്തെ ഒരു സാധനം വർക്ക് ചെയ്യണം. കാരണം ഇതുപോലുള്ള ആളുകൾക്ക് പക്ഷെ നമ്മള് അത്ര പ്രിവിലേജ് അല്ല. നമ്മളിപ്പോ പറഞ്ഞ ആളുകൾക്കൊക്കെ അല്ല. എന്നിട്ട് കാര്യം എന്താ വെച്ചാൽ അത് ധൈര്യമായിട്ട് പറയാം, സൂഡിയോ ബഹിഷ്കരിക്കണം എന്ന് ഓൾക്ക് പറയാം. ഓല ഇൻട്രസ്റ്റിനെ അഫക്ട് ചെയ്യണില്ല. കാരണം ഓല് 200 രൂപന്റെ സാധനം സൂഡിയോ ഒന്നും വാങ്ങണില്ല. അതെ, അത് നമ്മള് സാധാരണക്കാര് വാങ്ങണല്ലേ. അപ്പൊ അത് ബഹിഷ്കരിക്കാൻ വേണ്ടി പറയാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെ, അത് ഞാൻ ബഹിഷ്കരിക്കണം, ആയിക്കോട്ടെ, ബഹിഷ്കരിച്ചോട്ടെ. പക്ഷെ ഈ ബഹിഷ്കരിക്കുന്ന ഈ സൂഡിയോ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. ഈ സൂഡിയോ ബഹിഷ്കരിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ടാറ്റ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. സ്വന്തം ടാറ്റയുടെ പ്രൊഡക്റ്റ് ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ എന്ത് രാജ്യസ്നേഹമാണുള്ളത്? വേറെ ടീം വരും. അത് ഏത് രാജ്യസ്നേഹികളാണ്? രാജ്യസ്നേഹം ഉണ്ടായത് തനിഷ്കിന്റെ പരസ്യത്തില് ഏത് മതസൗഹാർദ്ദത്തിന്റെ ഒരു പരസ്യം വന്നപ്പോ തനിഷ്ക് പോണ ആടാ അന്ന് ടാറ്റില്ലേ ഭയരെ കിടന്ന് വരക്കും. ടാറ്റനെ ഞാൻ പറയണില്ലേ, പണ്ടത്തെ കസ്റ്റമർ ചൈനയിലേക്ക് എന്താ എക്സ്പോർട്ട് ചെയ്തത്. ഞാന് എന്താ ചെയ്യ, ഇത് എല്ലാരും ഈ മൊത്തത്തിൽ ഈ ഹിപ്പോക്രസിയിലൊക്കെ കാണുന്നത് സിബത്തുള്ള പറയുമ്പോൾ ഈ സാധനമാണ്. അതേപോലെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇപ്പൊ UAE ബഹിഷ്കരിക്കണം എന്ന് ആരെയും പറഞ്ഞോ? സ്വന്തം പേരിൽ അടുപ്പ് പുകയില്ല. അപ്പൊ പറയാ സൂഡിയോനെ ബഹിഷ്കരിക്കണം എന്ന് പറയാം. കാര്യം എന്താ വെച്ചാൽ അവിടെയുള്ള ഏറ്റവും നല്ല ബ്രാൻഡ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, നോനെ ബാധിക്കൂല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് സൂഡിയോനെ ബഹിഷ്കരിക്കണം എന്ന് പറയാം. പക്ഷേ UAE ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തം പേരിൽ അടുപ്പ് പുകയില്ലേ. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ഒന്നും ബഹിഷ്കരിക്കാൻ കഴിയില്ല. അവിടുത്തെ ഫ്ലൈറ്റ് ഒന്നും ബഹിഷ്കരിക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. നമ്മളിങ്ങനെ കാട് കയറി പോയല്ലോ. നമ്മള് വേറെ ഞാൻ ഇവിടുന്ന് എത്തിയത് മമ്പറന്നങ്ങൾ അതായത് പ്രഖ്യാപിച്ച അമുസ്ലിം സംഘടനമായ മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല. ഇത് അമുസ്ലിം സംഘടനയാണെന്ന് അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്.
ഇസ്ലാം മതം മുറുകെ പിടിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ഇതായിരുന്നു ഖാജ തങ്ങളും മമ്പുറം തങ്ങളും അടങ്ങുന്ന സൂഫികളുടെ നിലപാടും ജീവിതവും. അതെ, ഇസ്ലാം മതം മുറുകെ പിടിച്ചാൽ മനുഷ്യനെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയൂല. അത് ഒരു എന്തോ ഒരു കോൺട്രഡിക്ഷൻ. ലേശം നമ്മള് മുറുകെ അങ്ങനെ പിടിക്കണം. മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ മുറുകെ പിടിക്കണോണ്ടാണ് അതൊരു സാധനമുണ്ട്. മുറുകെ പിടിക്കണോണ്ടാണ് പിടിക്കണം, കുറച്ച് മെല്ലെ അല്ല ആക്ച്വലി പിടിക്കണ്ട. ആക്ച്വലി കാരണം അതിന് വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷ ഫിക്ക് ഉണ്ടായത്. ഏത് ഒരേ ദർസിൽ പഠിപ്പിക്കണ 2 കിതാബ്, ഒന്ന് ഉംദ, ഒന്ന് ഫത്തുൽ മൊയിൻ. ഈ 2 സാധനം എടുത്ത് നോക്കി. ഈ ഉംദന്റെ തുടക്കത്തില് ഇബ്നു നഖീബ് ക്ലിയർലി പറയുന്നുണ്ട്, ഇതിനകത്ത് ഞാൻ നബവിയുടെയും റാഫിയുടെയും അഭിപ്രായങ്ങളല്ലാതെ ഉദ്ധരിക്കുന്നില്ല. അതിൽ തന്നെ രണ്ടാളുകളും തമ്മിൽ വിവിധ അഭിപ്രായങ്ങളുള്ളതിനകത്ത് നബവിയുടെ അഭിപ്രായങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തത്. അതേ നബവി ധാരയെന്ന് വരുന്ന ഇബ്നു ഹജറിന്റെ ധാരയെന്ന് വരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മുഹ്ദീൻ തന്നെയാണ് ഫത്തുൽ മൊയിൻ എഴുതിയത്. ഈ 2 പുസ്തകങ്ങൾ എടുത്ത് നോക്കണ്ടേ, ഒന്ന് ഈജിപ്തുകാരനാണ് എഴുതിയത്, ഒന്ന് മലയാളിയാണ് എഴുതിയത്. മലയാളം എഴുതിയെടുത്ത് കുറച്ചൊന്ന് മുറുകെ പിടിക്കൽ കുറച്ചൊന്ന് അയച്ചിട്ടുണ്ട്. അത് ന്യൂനപക്ഷ വീക്കിൽ പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നും വരുന്നതാണ് ഈ ഫത്തുൽ മൊയിൻ എന്ന് പറയുന്നത്. അപ്പം അയക്കണുണ്ട്, അത് നല്ല കാര്യമാണ് കേട്ടോ. കാരണം അല്ലേ, പക്ഷെ നല്ല കാര്യം എന്ന് പറഞ്ഞോണ്ട് ഇവിടെ ജീവിച്ചു പോകണ്ടേ. ടീക്കാത്തുള്ള പോലെ പറഞ്ഞാല് നമുക്ക് ജീവിച്ചു പോണ്ടേ. ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പൊ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്, നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നെല്ലാം പറഞ്ഞുവിടും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അല്ല, ഞാനിത് പല ആളുകളുടെ ജീവിതമാർഗ്ഗമാണ് ഇതൊക്കെ. ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇതിപ്പോ ഈ പറഞ്ഞ പാവ സൂഫികൾ ഇരിക്കുമ്പോഴും ജീവിതമാർഗ്ഗമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോ ഇതാണ് സിബത്തുള്ള പറയാണ്. പിന്നെന്ത്, മുസ്ലിങ്ങളായ ഇവര് അമുസ്ലിങ്ങളാണെന്ന് മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടോ, മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളായ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് തുറന്നു പറയുന്ന മറ്റ് വ്യാജ തരീക്കത്തുകാരിൽ നിന്ന് വ്യത്യസ്തരാണ് അമുസ്ലിങ്ങളായ ഈ സൂഫി ബോർഡ് അംഗങ്ങൾ. നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാണ് കുറച്ച് ഓണസ്റ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ സ്റ്റാർ ഇട്ടിട്ട് കുറെ സാധനങ്ങളുണ്ട്. ഒന്ന് പറയണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ മാത്രം മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിൽ ഇവരെ മറവ് ചെയ്യാതിരിക്കുക. മനുഷ്യൻ എന്ന പരിഗണനയിൽ പൊതു ശ്മശാനത്തിൽ ഇവരെ മറമാടുന്നതിന് സഹകരിക്കുക. അത് മൂപ്പര അഭിപ്രായമാണ്. അത് സംഭവം ഇത് ഫത്വയാണോ? സ്റ്റാർ ഇട്ടിട്ട് ഈ ഇസ്ലാം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളേ ഈ ഇവരുടെ പവർ കാണിക്കണ ചില സ്ഥലങ്ങളാണ് ഈ മരണ വീടുകൾ അല്ലെങ്കിൽ മരിച്ച സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. ഈ ബുക്ക് പോലെ വലിയൊരു പോച്ച എഴുതിയതാ. നമ്മളെ ആര് പണ്ട് സുന്നി ഇത് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിനൊക്കെ കാണാൻ പോകാൻ വേണ്ടി തീരുമാനിച്ച കൂട്ടത്തിലുള്ള ഒരു കോച്ച എഴുതിയതാ. എല്ലാവരും അധ്യായം ഖാദിയാനിയുടെ മയ്യത്ത് പുറമ്പോക്കി. ഖാദിയാനിയുടെ മയ്യത്ത് പുറമ്പോക്കിൽ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്യപ്പെട്ട 1934 സുന്നി ആശയ തീവ്രത വിളിച്ചോതുന്ന മറ്റൊരു സംഭവം കോഴിക്കോട്ടുണ്ടായി. എന്ത്? സുന്നി ആശയ തീവ്രത വിളിച്ചോതുന്ന സംഭവമാണ് കോഴിക്കോട്ടുണ്ടായത്. ഖാദിയാനികളെ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്തുകൂടാ എന്ന നിർബന്ധം. ആദർശ തീവ്രത വിളിച്ചോതാണ്. അതായത് പോലെ നമ്മള് മർമാടാൻ സമ്മതിക്കൂല എന്നുള്ളത്. കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഗ്രന്ഥകർത്താവ് ഇക്കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ ചലനങ്ങളുണ്ടാക്കിയ മറ്റൊരു സംഭവമായിരുന്നു അഹമ്മദിയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന അടക്കാനി വീട്ടിൽ മൊയ്തീൻ കോയയുടെ മരണം. ഭാര്യ വീടായ അലി ഹസൻ മരക്കാരൊത്തുവെച്ച് 1934 ജനുവരി 19 തീയതിയാണ് നിര്യാതനായത്. ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു മരണം. ഉച്ചയ്ക്ക് ശേഷം കുറച്ചു ചെറുപ്പക്കാർ ഒരു നോട്ടീസ് വിതരണം നടത്തി. മരിച്ച മൊയ്തീൻ കോയ ഖാദിയാനിയാണെന്നും കാഫിറാണെന്നും അദ്ദേഹത്തെ മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്ന കണ്ണംപറമ്പ് ശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു നോട്ടീസ്. മരണ വീട്ടിലും പുറത്തും ജനം തടിച്ചുകൂടി. 20ഓളം വരുന്ന അഹമ്മദിയാക്കളുടെ ഒരു കൂട്ടം മയ്യത്തിനതിരികെ നിന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ ജനക്കൂട്ടം ക്ഷുഭിതരായി. നേരം പുലരുന്നത് വരെ ഈ നില തുടർന്നു. പുലർന്നപ്പോൾ ഏതാനും അഹമ്മദികൾ RDO ദിവാൻ കുഞ്ഞിരാമൻ നായരുടെ മുന്നിലെത്തി ഒരു ഹർജി സമർപ്പിച്ചു. ബോംബെ, കൽക്കത്ത, മദ്രാസ് ഹൈക്കോടതികൾ വിധികൾ ഉദ്ധരിച്ച് മുസ്ലിങ്ങളാണെന്നും അദ്ദേഹത്തിന് സമർപ്പിച്ചു. തടസ്സങ്ങൾ എന്തുണ്ടായാലും മയ്യത്ത് കണ്ണംപറമ്പിൽ തന്നെ മറവ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ടൗൺ സബ് ഇൻസ്പെക്ടറോട് ഒരു പ്രത്യേക ഓർഡറിലൂടെ RDO അഭ്യർത്ഥിച്ചു.
SIയും പോലീസുകാരും നാട്ടുപ്രമാണികളും പരാതി നൽകിയവരും അഹമ്മദിയ പ്രമുഖരും ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളുടെ വീട്ടിൽ ഒന്നായി കൂടി. അപ്പോഴേക്കും അവിടെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഉണ്ണീൻ സാഹിബ്, ഖാൻ സാഹിബ്, കുഞ്ഞഹമ്മദ് കോയ. ഒരു മിനിറ്റ്, ആരെ വീട്ടില? ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ. ഈ ഖാൻ ബഹദൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബ്രിട്ടീഷുകാരോട് ഭയങ്കര സ്നേഹവും മമതയൊക്കെ പുലർത്തുന്ന ആൾക്കാർക്ക് ഓല് സ്നേഹപൂർവ്വം കൊടുക്കുന്ന പട്ടത്തിനാണ് ഈ ഖാൻ ബഹദൂർ എന്ന് പറയാ. നമ്മളെ അമ്മത്തിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് വരക്കൽ വില്ലക്കോയ ഖാൻ ബഹദൂറാണ്. മൂപ്പര് ഇവലെ കൂടെ ബ്രിട്ടീഷുകാരെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ കണ്ടില്ല? ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോഷൂട്ട് ഞാൻ കാണിച്ചുതരാം, ഞങ്ങൾക്ക് അയച്ചെടുത്താണ്. അപ്പോഴേക്കും അവരുടെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞല്ലേ. ഇമ്പിച്ചമ്മദ് ഹജ്, ചെറുവണ്ണൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥ സംഭാഷണം നടന്നു. SI കുഞ്ഞുമേനോൻ അഹമ്മദിയാക്കളോട് പറഞ്ഞു, ഇവർ പറയുന്നത് നിങ്ങൾ കാഫിറുകളാണെന്നാണ്, അതിനാൽ അവരുടെ സ്ഥലത്ത് മറവ് ചെയ്യാൻ അനുവദിക്കില്ല അത്രേ. ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നുള്ളതിനുള്ള തെളിവായി പല കോടതി വിധികളും ഹാജരാക്കി കഴിഞ്ഞു. കൂടുതലൊന്നും പറയാനില്ല. RDO ഓർഡറുകൾ തങ്ങൾക്ക് നടപ്പിലാക്കി തരണം. അഹമ്മദികൾ നിർബന്ധം പിടിച്ചു. ക്ഷുഭിതനായ അവരെ ഖാൻ സാഹിബ് കുഞ്ഞു അഹമ്മദ് കോയ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ ഇറങ്ങിപ്പോയി. ഇരു കൂട്ടർക്കും തീരുമാനമെടുക്കാൻ കഴിയാതെ മണിക്കൂറുകൾ നീണ്ടുപോയി. അഹമ്മദികൾ RDOയെ വീണ്ടും കണ്ട് സംഗതി ധരിപ്പിച്ചു. അവർക്ക് വേണ്ട സംരക്ഷണം, അതോടൊപ്പം നാട്ടിൽ സമാധാനം എങ്ങനെ നടപ്പാക്കണമെന്ന് കളക്ടറുമായി ആലോചിച്ച് ഉടനെ തീരുമാനിക്കണമെന്ന് അധികൃതർ ഉറപ്പുകൊടുത്തു. വൈകുന്നേരം 3 മണിയായപ്പോൾ, നോക്കിയങ്ങള്, തലേന്ന് അന്തിക്ക് മരിച്ചൊരു മയ്യത്താണ്. ആ മയ്യത്ത് വെച്ചിട്ടാണ് ഇവർ ഈ കളിക്കണത്. മനുഷ്യസ്നേഹത്തിന്റെ ഊക്ക് എന്നിട്ടാണ് പറയണത്. ഇതാ ഇതിന്റെ ടൈറ്റിൽ തന്നെ കണ്ടങ്ങൾ, ഖാദിയാനുടെ മയ്യത്ത് പുറമ്പോക്കിൽ. എന്ത് സുന്നി ആദർശ തീവ്രത വിളിച്ചോതുന്നൊരു സംഭവം. ഇവരെ നേതാവിന്റെ എഴുതിയാണ്, വേറെ ആരും എഴുതിയതല്ല. എന്നിട്ട് പറയാം ഞങ്ങൾ ഇവര് ഒന്നുമില്ല, ഇവരെ മതത്തിന്റെ അങ്ങടെ അല്ലെങ്കിൽ ഒരു മനുഷ്യരായിട്ട് തന്നെ കൂട്ടണില്ല എന്നാണ് എൻ്റെ അർത്ഥം. വേറൊന്നും പറയല്ല എന്നത്ത്. വൈകുന്നേരം 3 മണിയായപ്പോൾ കാസി ഇമ്പിച്ചിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ മുസ്ലിങ്ങളുടെ പൊതുയോഗം സഭാ ഹാളിൽ ചേർന്നു. ഖാദിയാനികളുടെ മയ്യത്ത് കണ്ണമ്പറമ്പിൽ ഖബറടക്കാൻ പാടില്ലെന്ന പ്രമേയം അംഗീകരിച്ചു. കണ്ടോ, മുസ്ലിങ്ങൾ പൊതുയോഗം ചേർന്നുകൊണ്ട് ഖാദിയാനികളുടെ മയ്യത്ത് ഇവിടെ ഖബറടക്കാൻ പറ്റൂല എന്നുള്ളൊരു പ്രമേയം പാസ്സാക്കി. എന്ത് കോടതി വിധികൾക്ക് പ്രശ്നമല്ല. RDO പറഞ്ഞ്, പോലീസ് പറഞ്ഞ്, എന്ത് നമ്മളങ്ങോട്ട് കൂടിയാൽ നിയമമൊന്നും നമ്മൾ അംഗീകരിക്കൂല, രാജ്യത്തെ നിയമം നമുക്ക് ബാധകമല്ല. എന്താണല്ലോ ആദർശ തീവ്രത. ഏത് ഞാൻ പറയണില്ല അതിനൊന്നും. അതെ, അതെ ആ ഹുങ്കാണ്. എത്ര ആളുകളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നാലും അവർ ഒരു മിനിറ്റ് വൈകുന്നേരം 4 മണിയോടെ കളക്ടർ ഹുസൂലി അഹമ്മദികളെ ഹജൂരിലേക്ക് വിളിപ്പിച്ചു. എത്ര ആളുകളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നാലും അവരുടെ അവകാശം നടപ്പാക്കുമെന്ന് വാക്ക് കൊടുത്തു. രക്തം ചിന്തി കാര്യം സാധിക്കണമെന്നില്ലെന്ന് അവർ കളക്ടറോട് പറഞ്ഞു. ഏത് ഖാദിയാനികൾ പറഞ്ഞ കളക്ടറോട് വെടിവെപ്പ് നമുക്ക് യോജിപ്പില്ലാന്ന്. പക്ഷെ ഇവലോ അതെ, വൈകിയാണെങ്കിലും കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളും ഖാൻ സാഹിബ് കുഞ്ഞഹമ്മദ് കോയയുമായി ചർച്ച നടത്തി പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കി. കണ്ണമ്പറമ്പ് ശ്മശാനത്തിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ശ്മശാനം അഹമ്മദിയാക്കൾക്കായി കളക്ടർ അനുവദിച്ചു കൊടുത്തു. അപ്പോഴേക്കും മയ്യത്ത് 3-ാം ദിവസത്തിലേക്ക് കടന്നിരുന്നു. ഇത് നബിന്റെ മയ്യത്തിന്റെ മാതിരിയെ 3-ാമത്തെ ദിവസമൊക്കെ ആ കച്ചറക്ക തീരണല്ലോ. 3-ാം ദിവസത്തിലേക്ക് കടന്നിരുന്നു. പോലീസ് അകമ്പടിയോടെ മയ്യത്ത് പാതിരാത്രി ഖബറടക്കി. അതായത് 3 ദിവസമാണ് ഒരു കുടുംബത്തിന് അവർ തീ തീറ്റിച്ചത്. എന്തിന്? ഒന്നാലോചിക്കണം, എന്തിന്? എന്നിട്ട് അതിന് ഇവര് സുന്നികളുടെ ആദർശ തീവ്രത എന്നും പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ സിബഗത്തുള്ള പണ്ട് മുദ്രാവാക്യം വിളിച്ച് നടന്ന സംഘടനയായ SSFന്റെ സ്ഥാപകൻ എഴുതിയ പുസ്തകമാണത്. ഇതാണ് ഇവരെ മനുഷ്യസ്നേഹം, ഇതാണ് ഇവരെ സൂഫി മാർഗം. നമുക്ക് നമ്മളെ കയ്യൂക്ക് കാണിക്കാൻ അവസരം കിട്ടുന്ന സ്ഥലങ്ങളിലുള്ള സൂഫി മാർഗത്തിന്റെ കോലാണ് ഈ പറയണത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ഇതിന്റെ ഇതന്നല്ലേ ഈ പിന്നെ എക്സ് മുസ്ലിങ്ങളോടും കാണിക്കണത്? മയ്യത്തിനെ വെച്ച് വിലപേശുക. മയ്യത്തിനെ പള്ളിയിൽ കൊണ്ടുപോലാരാ? അതും കുടുംബക്കാർ. ഏത്? അതായത് എൻ്റെ ശവം മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്ന് എഴുതി ഒപ്പിട്ട് അത് പബ്ലിസൈസ് ചെയ്ത് അവിടെ വെച്ചതാണ് സെയ്ദ് മുഹമ്മദ് ആനക്കയം. എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് അവസാന നിമിഷം വെച്ചിട്ട് ഇതാ മൂപ്പര് ലാസ്റ്റ് കലിമല്യാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പള്ളിക്ക്. അല്ലേ? ആരാ ചെയ്ത്?
ഒന്നാമത്തെ മൂപ്പരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. മൂപ്പരെ അസ്തിത്വത്തെ തന്നെ അപമാനിക്കുകയാണ്. അതെ, ഇങ്ങനത്തെ എല്ലാവിധ നാറ് കളികളും മയ്യത്ത് വെച്ചിട്ട് കളിക്കുക, കുടുംബം കലക്കി കളിക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര മനുഷ്യ സ്നേഹമാണെന്ന് പറയും ചെയ്യും. അത് പോട്ടെ, ബാക്കി എന്താണുള്ളത് വായിക്ക പോലെ. ഞാൻ ഇയാളുടെ ഒരു അഹങ്കാരം അതിപ്പം ഇവിടെ ആയതുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ഈ കാലത്ത് ഫേസ്ബുക്കിൽ ഇരുന്ന് അങ്ങനെ പറയാൻ പറ്റുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഇല്ലെങ്കിൽ ഈ കോലത്തിലാണ് ഉണ്ടാകുക. ഇതിനാണ് ഞാൻ ഈ പഴയ പോലെ തനിനിറം എന്തായിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം എടുത്തത്. മനസ്സിലായോ? ഓ എനിക്ക് മനസ്സിലായി, പുസ്തകത്തിന്റെ പേര് മനസ്സിലായി. ഓഹോ, എങ്ങനെയാണോ? അതായത് ഇപ്പൊ ഫേസ്ബുക്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഓല മയ്യത്ത് പുറമ്പോക്കിലിടണം എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കൂലേ. പണ്ട് കാന്തപുരം പറഞ്ഞല്ലോ, സംഗതി നമ്മളെ ദീനിൽ അങ്ങനെ തന്നെയാണെങ്കിൽ അതൊക്കെ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ പറഞ്ഞാല് നമ്മളെ പണ്ഡിതന്മാരെ ആൾക്കാരെ അപമാനിക്കണ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്കിൽ പറയാനൊന്നും ദീനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ശരിയാണ്, ഫേസ്ബുക്ക് പറയാൻ പറഞ്ഞിട്ടില്ല. സംഭവ നിയമമൊക്കെ നാട്ടുകാരോട് പറയാൻ കൊള്ളാത്ത സാധനമാണ് എന്നുള്ളതാണ്. അതെ, ആ ലെവലിലാണ്. ബാക്കി എന്താണെന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഇപ്പൊ അടുത്ത പറയണതെന്ന് വെച്ചാല്, ഒന്നാമത്തെ മുസ്ലിങ്ങൾ മാത്രം മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിൽ ഇവരെ മറവ് ചെയ്യാതിരിക്കുക. മനുഷ്യർ എന്ന പരിഗണനയിൽ പൊതു ശ്മശാനത്തിൽ, ഈ പൊതു ശ്മശാനം അയാൾക്ക് തന്നെ അറിയാം, മനുഷ്യൻ എന്ന പരിഗണന കൊടുക്കുന്ന ആൾക്കാരുകളാണ് പൊതു ശ്മശാനത്തിൽ ഇവരെ മറമാടുന്നതിന് സഹകരിക്കുക. എല്ലാരും കൂടെ മുസ്ലിങ്ങൾക്ക് വേറെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് മനുഷ്യൻ മറ്റേ പണ്ടുള്ളത്, അത് മനുഷ്യന്മാരെ നാടാണല്ലോ, മുസ്ലിങ്ങളെ നാടാണ്. കാന്തപുരല്ലേ പറഞ്ഞ് ഇന്ത്യ മനുഷ്യന്മാരുടെ നാടാണ്, സൗദി മുസ്ലിങ്ങളെ നാടാണ്. അയ്യോ മനുഷ്യന്മാരാണോ വല്ല കാര്യമുണ്ടോ ഇതിനൊക്കെ? വല്ല കാര്യമുണ്ടോ? ഓരങ്ങ് പറഞ്ഞങ്ങ് പോയിക്കോട്ടെ വിചാരിച്ചാ പോരെ. ഇവരുമായി ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുള്ള വിവാഹം സാധുവാകുകയില്ല. അൽഹംദുലില്ലാ. അംബേദ്കർ ഒന്നും കേൾക്കണ്ട, അങ്കൂട്ടി മരിക്കും. ഇവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വേർപ്പും പണ്ടാരം എടുക്കാനുള്ള സാധനങ്ങൾ ഒഴിവാക്കണം, എല്ലാവരും കൂടെ മിക്സഡ് മാരേജ് വേണമെന്ന് പറഞ്ഞ ഒരാളാണ്. ആ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 തന്നെ നമുക്ക് വേണം ഇതൊക്കെ പറയാൻ. വേണ്ടേ? വേണോ? അതെ, 25, 30 എല്ലാം വേണം. ഓക്കെ. ഇവരുടെ പെൺമക്കൾ മുസ്ലിങ്ങളാണെങ്കിൽ ആ പെൺമക്കൾക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ച് വിവാഹം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ മഹല്ല് ഖാദി മുഖേന നിക്കാഹ് നടത്തേണ്ടതാണ്. മനുഷ്യൻ എന്ന പരിഗണനയിൽ അമുസ്ലിമായ പിതാവിന് വിവാഹ പരിപാടിയിൽ പങ്കുകൊള്ളാവുന്നതാണ്. മുമ്പ് ബിരിയാണി പോയിക്കോട്ടെ. വിശാലമായ മനസ്സാണ് നോക്ക്. പക്ഷെ മാതാവിനയില് പങ്കുകൊള്ളാനും പറ്റൂല കേട്ടോ, പള്ളിയിൽ വെച്ചൊക്കെ നടത്തും. കാരണം കുട്ടീനെ അതുവരെ വളർത്തി, പിന്നെ ചെറുപ്പം മുതൽ 10 മാസം അല്ലെങ്കിൽ 9, ഇനിയിപ്പോ ചില ആൾക്കാർ 4 കൊല്ലം എന്നൊക്കെ പറയണ്ട, എനിക്കറിയില്ല, നമ്മളെ കണ്ടിട്ടില്ല. ഇപ്പൊ ഏതെങ്കിലും ഖുർആന്റെ കണക്കിൽ തന്നെ 30 ഉണ്ട്, 24 ഏതെങ്കിലും പിന്നെ അറിയണില്ല ഞാൻ 4 കൊല്ലം ഉണ്ടായി എന്തൊക്കെ. അതല്ല, ഞാന് മുല്ലക്കൂടി ദിവസം പറഞ്ഞ ഖുർആനിലെ ആയത്ത് പോലെ ആവും. അത് വേണ്ട. അപ്പോ പിന്നെ പാലൂട്ടി വളർത്തി അതുവരെ ആ കുട്ടീന്റെ താങ്ങും തണലുമായി നിന്ന സ്വന്തം ഉമ്മാക്ക് ആ നിക്കാഹ് ചടങ്ങ് കാണാൻ പോലും പലപ്പോഴും പറ്റില്ല. കാര്യം പള്ളി വെച്ചേക്കാരെ നടത്തുക. ഇനിയിപ്പോ പെര വെച്ച് നടത്തുകയാണെങ്കിൽ തന്നെ അപ്പുറത്തേതെങ്കിലും ഒരു കർട്ടന് വല്ലൊരു ഓട്ടിട്ടാണ്ട് കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ ഇങ്ങനെ നോക്കാം എന്ന് പറയുന്ന ടീമാണ് വലി. അപ്പൊ അതിനെക്കാട്ടിയൊക്കെ ഒരു ഇത് ബാപ്പാക്ക് കൊടുത്തല്ലോ. അപ്പൊ അതിൽ നമ്മള് മൂപ്പരെ അപ്രീഷിയേറ്റ് ചെയ്യണം. സിബത്തുള്ളതിന്റെ സൂഫിയും ഇതാണ് നമ്മളെ സാധനം. നമ്മള് വ്യത്യാസം. ഇവന് സൂപ്പിയായി, അത് മൂപ്പര് തന്നെ പ്രഖ്യാപിച്ച ഇവന് സൂപ്പിയാണ്. രണ്ടാക്ക് മുഹമ്മദ് വേണം കേട്ടോ, അതെന്താ അറിയില്ല. ഓക്കെ, ഏതായാലും അടുത്ത സാധനം മൂപ്പര് വേറൊരു സാധനം ഉണ്ട്. മൂപ്പര് ബിരിയാണി പോയിക്കോട്ടെ വാപ്പ, ഓൻ എത്ര ആഹിലാണെങ്കിലും ബിരിയാണി തിന്നാൻ അവനക്കുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. നല്ല വിശാല മനസ്കനായ ആശാൻ, വിശാല മനസ്കനായ ആശാൻ തള്ളിയല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളെ അനുവാദം കിട്ടിയിട്ട് വേണമല്ലോ ഓലെ കുട്ടികളെ ഓൽക്ക് കല്യാണം കഴിക്കാൻ. പിന്നെന്താ പറയണ, ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് ഇവർ തന്നെ തുറന്നു പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നടത്തിയിരുന്ന അവരുടെ ഭാര്യമാരുമായുള്ള വിവാഹ ബന്ധങ്ങൾ അസാധുവായി. ശരീഅത്ത് അനുസരിച്ച് തുടർന്നുള്ള ലൈംഗിക ബന്ധങ്ങൾ അവിഹിതമാണ്. കുടുംബം കലക്കൽ സ്ഥിരം പരിപാടി. ഇത് പല എക്സ് മുസ്ലിങ്ങളും നേരിടുന്ന ഒരു കാര്യമാണ്.
ഓരോ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറയും നിങ്ങൾ വീട്ടിലുള്ള ബന്ധം വ്യഭിചാരമാണെന്ന് പറയും. ഇത് മുസ്ലിങ്ങളെ സ്ഥിരം പരിപാടിയാണ്. ഒരുവിധം എല്ലാവരും ഈ അവസ്ഥ നേരിട്ടിട്ടുണ്ടാകും. കുടുംബം കേൾക്കുക അതൊരു മെയിൻ ഫേവറേറ്റ് പരിപാടി. ഇതേ സാധനം തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പൊ അതെ, നമ്മളിപ്പോ നമ്മളെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ട് ഇതേപോലെ ഓരോ മൂപ്പർക്ക് ഇങ്ങനെ മൂക്കുന്ന സമയത്ത് മൂപ്പർ എന്ത് ചെയ്യും, ഒരു നാട്ടിലേക്ക് ഇങ്ങനെ കുതിരയും ടീമിനൊക്കെ എടുത്ത് ബെരിയടാന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് പോകും. ചില മൂപ്പരെ കൂടെയുള്ള ഏത് പെണ്ണുങ്ങളെയും കൂട്ടും. ഓക്കെ. എന്നിട്ട് അവിടെ എത്തുമ്പോൾ യുദ്ധത്തിൽ വാപ്പാനെയും ബിയാപ്പളിനെയൊക്കെ കൊല്ലും. ഇനി കൊന്നില്ലെന്ന് കൂട്ടുക, വാപ്പാനും ബിയാപ്പളിനെയൊക്കെ കീഴടക്കി എന്താ ചെയ്യാ നല്ല കാണാൻ ചൊറുക്കളാണ് അവൻ എൻ്റെ കൊല്ലേമാരൊക്കെ. അല്ല, അവിടെ അസാധു വെക്കും ഇവരെ. പിന്നെന്താ ചെയ്യാ നമ്മളെ അവിടെ അസാധു മൂപ്പർ പിടിച്ചാ പിന്നെ അസാധുവാണ്. അതെ, 424 ഓളെ കെട്ടിക്കോണ്ടി. അപ്പൊ സാബിമാർക്ക് ഉളുപ്പില്ല, കുറച്ച് ഉളുപ്പുള്ള സാബിമാർ എനിക്ക് തോന്നുന്നത് അന്നും കുറച്ച് ഉളുപ്പുള്ള ഇടത്ത് നമ്മളിപ്പോ ചെയ്യണ മോശമല്ല. അങ്ങനത്തെ കുറച്ച് ഉൾപ്പുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ. മുനാഫികൾ എല്ലാം നമ്മൾ ചെയ്യണത് ശരിയാണ്. വല്ലാത്തൊരു പരിപാടിയാണുള്ളത് ചെയ്യണത്. അല്ല മോശമല്ല, അല്ല പിയാപ്പിളമാരൊക്കെ അല്ലേ അവിടെ നിൽക്കുന്നത്. അതൊന്നും കുഴപ്പമില്ലാതെ നമ്മള് പിടിച്ചാൽ ഇതേ വരികയാണ്. അസാധു അങ്ങ് ആക്കിക്കോളും. അതായത് കണ്ടോന്റെ കുടുംബം ഓരോ ഭാര്യയും ഭർത്താവും തീരുമാനിക്കണം. ഞാൻ എന്റെ വായിൽ വേറെ സാധനം വരുന്നത് ഈ മഹാൻ ആണ് തീരുമാനിക്കുക. എന്ത് ചെയ്യണതിനൊക്കെ. അതെ, ഇപ്പൊ ഈ മൂപ്പര് ഈ സോഷ്യൽ മീഡിയ ആയിട്ട് മൂപ്പര് ഫ്രസ്ട്രേഷൻ തീർക്കണ കണ്ടോ. പോലെ ശരിയത്തനുസരിച്ച് ഒരു കാഫിറായിരുന്നു. മുന്നിപ്പോ മൂപ്പർക്ക് ഇവിടെ ഒരു കുലാത്ത് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു അധികാരം കിട്ടുന്നതായിരിക്കാം. അപ്പോ മൂപ്പർ എന്തെങ്കിലും ചെയ്യാ തലവെട്ടും. പിന്നെ ഈ ശരിയത്ത് പ്രകാരം ഈ പറഞ്ഞ മതം അല്ല വലുത്, സ്നേഹമാണ് വലുത് എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ തലക്ക് മുകളിൽ അല്ല ഉടലിന് മുകളിൽ തല കാണൂല. എന്താ കാരണം? മനുഷ്യ സ്നേഹമാണ് മതത്തിനേക്കാളും വലുത് എന്ന് പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ. പിന്നെ ഇങ്ങനെ പറഞ്ഞ ആളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതവും അതേപോലെ ലൈംഗിക ജീവിതവും ആ ഭാര്യ തുടർന്നാൽ ആ ഭാര്യനെ എന്താ ചെയ്യുക? മരണം വരെ എറിഞ്ഞു കൊല്ലും. വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ലേ? മരണം വരെ എറിയണം എന്നാണ്. ഈ ജാതി ശൈത്താനിയത്താണ് ഈ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എന്താ ആ സ്ത്രീ ചെയ്തത് തെറ്റെന്താ? സ്വന്തം ഭർത്താവായ മനുഷ്യനെ സ്നേഹിച്ചു, അയാളുടെ കൂടെ പിന്നെ ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആ സ്ത്രീ വ്യഭിചാരിയാകാണ്, ഈ അവിഹിതാവാണ്. ഇതിപ്പോ വ്യഭിചാരിയായി എന്നാണ് ചില ആൾക്കാർക്ക് തോന്നുന്നത്. വ്യഭിചാരി എന്നാണ് മൂപ്പര് അത് അങ്ങനെ അല്ല, മീൻസ് അവർ വിവാഹം അസാധുവായി ഇങ്ങനെ മൂപ്പര് പറയണത്. അവരുടെ ലൈംഗിക ബന്ധങ്ങൾ അവിഹിതമാണ്. ഇത് തന്നെയല്ലേ മറ്റേ ഒരു കാക്ക പറഞ്ഞത് നമ്മളെ റിയാസിന്റെ അതായത് പിണറായി വിജയന്റെ മകളുടെ കുറിച്ചിട്ടും റിയാസിനെ കുറിച്ചും ഉള്ള ഊഴത്തില് പറഞ്ഞത് ഏത് സാധനമാണ് വ്യഭിചാരം. അതെ, അതായത് ആളുകളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇവര് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഇടിച്ചു കയറുക, എന്നിട്ട് അത് വ്യഭിചാരമാണ്, നിങ്ങളെ ബന്ധം അസാധുവാണ്, ഇങ്ങനെയൊക്കെ പറയാം. നമുക്ക് എന്ത് വേണോ? നമ്മളെ മതേതരത്വം വേണം മാത്രമല്ല പറയണത്. നമുക്ക് ഏത് അംബേദ്കറിന്റെ ഇവിടെ മിശ്ര വിവാഹം നടന്നാലേ ഇവിടെ തമ്മിലുള്ള സൊസൈറ്റികൾ തമ്മിൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ അംബേദ്കറിന്റെ ആർട്ടിക്കിൾ 25 എന്നെ അണ്ണാക്കിൽ കയറണം, എന്നാലേ അത് പറ്റുള്ളൂ. തോന്നിയത് പറയണം. അല്ലെങ്കിൽ നമ്മളെ സൗകര്യത്തിനുള്ളതാണെന്നാണല്ലോ. ഇപ്പം ഇവിടെ CAനെ എതിർക്കും. ശരിയാണ്, നമ്മളും CAക്ക് എതിരാണ്. കാരണം അത് വ്യക്തമായ മതവിവേചനം ആയതുകൊണ്ടാണ് നമ്മൾ CAക്ക് എതിരാവുന്നത്. എന്നാൽ ആ CA തുലയട്ടെ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വൈകുന്നേരം അങ്ങാടിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് മൂല്യര് മദ്രസ ക്ലാസ്സിലെത്തിയാൽ എന്താ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇസ്ലാമിക രാജ്യത്ത് ഒരു മുസ്ലിം അമുസ്ലിമിനെ കൊന്നാൽ കൊലയാളിക്ക് കൊല്ലപ്പെട്ടവനേക്കാൾ മതപരമായ ശ്രേഷ്ഠത ഉള്ളത് കാരണം വേറെന്താ പേരുണ്ടല്ലോ, ഉള്ളത് കാരണം കൊലയാളിയെ കൊല്ലാൻ പാടില്ല. അപ്പൊ അവിടെ വലിയ മതവിവേചനം പ്രശ്നമില്ല. ഈ കൊല്ലപ്പെട്ടവനും കൊലയാളിയും കുഫുവത്തവരായിരിക്കണം. ഐ മുസാവാത്തുൻ, രണ്ടാളും സമന്മാരായിരിക്കണം. ഹാലജിനായത്തിൻ, ഇവൻ ഈ കയ്യേറ്റം ചെയ്യുന്ന സമയത്ത് കൊല്ലപ്പെട്ടവനും കൊന്നവനും അല്ലെങ്കിൽ അക്രമം ചെയ്തവനും ചെയ്യപ്പെട്ടവനും തുല്യ അവസ്ഥയുള്ളായിരിക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ കൊല്ലപ്പെട്ടവനേക്കാൾ കാത്തില് മഹത്വമുണ്ടാവരുത്. എപ്പം ഹാലൽ ജിനായത്തി, ഈ
കയ്യേറ്റം ചെയ്ത സമയത്ത് ഈ കൊലയാളി കൊല്ലപ്പെട്ടവനെക്കാട്ടിലും ശ്രേഷ്ഠത ഉണ്ടാവരുത്. എന്തുകൊണ്ട്? ഇസ്ലാം കൊണ്ട് എന്ന് പറഞ്ഞാൽ ജിമ്മിയായ ഒരു കാഫറിനെ ഒരു മുസ്ലിമാണ് കൊല്ലുന്നത്. രണ്ടും എന്ത് തന്നെയാണ്? ഇസ്മത്തുള്ളവരാണ്. പക്ഷേ രണ്ടും ഇസ്മത്തുണ്ടെങ്കിലും ജിമ്മിയായ കാഫറും മോമിനായ മനുഷ്യനും തമ്മിൽ കുഫൂക്കൂല. അപ്പൊ ഈ താഴെയുള്ള ജിമ്മിയെ കൊന്നതിന് പകരം അതിനേക്കാൾ ഫളീലത്തുള്ള മുഅ്മിൻ അഥവാ മുസ്ലിം ആയ ആളെ കൊല്ലപ്പെടൂല. എന്തുകൊണ്ട്? അവിടെ മുസാവാത്ത് അഥവാ മുക്കാഫത്ത് കുഫൂക്കുന്നില്ല. ഈ സിബത്തുള്ള സക്കാഫിക്ക് പ്രശ്നമില്ല, ഈ കാന്തപുരത്തിന് പ്രശ്നമില്ല, വിൽക്കാർക്കും പ്രശ്നമില്ല. അവർക്ക് CA മാത്രമേ പ്രശ്നമുള്ളൂ. CA ഇന്ത്യയിലുള്ള ഒരു പൗരനെ ബാധിക്കുന്ന കേസാണോ? അല്ല. കാരണം വിദേശത്ത് നിന്ന് വന്ന ഒരാൾ പൗരത്വത്തിന് അപേക്ഷിക്കുന്നിടത്ത് ഉള്ളൊരു വിവേചനമാണ്. അവിടെ പോലും ആ വിവേചനത്തിന് നമ്മൾ എതിർക്കുന്നത് മതപരമായിട്ട് നമ്മുടെ രാജ്യം മതപരമായിട്ട് ഒരാളെ വിവേചിക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിനെതിരാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നിട്ടാണ്. പക്ഷെ ആ ബോധ്യത്തിൽ നിന്നിട്ടല്ല ഇവരാരും അതിനെ എതിർക്കണത്, ഞമ്മക്കെതിരായതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇവർ ചിന്തിക്കുന്നില്ല, ഇത് വേറൊരാളുടെ അവകാശമാണ്, ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്കാണ് കടന്നു ചെല്ലുന്നത്. വ്യക്തിയുടെ അവകാശങ്ങൾ ഇല്ല, അതില്ലല്ലോ. ഇസ്ലാമിനെ അവകാശമുള്ളൂ, വ്യക്തിക്ക് അവകാശമില്ല. പക്ഷെ ഭരണഘടന പറഞ്ഞ വ്യക്തിക്കാണ് അവകാശം, വ്യക്തിയുടെ ഭരണഘടനക്ക്. അതെ, ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇപ്പൊ ഇന്ന് ശുക്ർ വക്കീലിന്റെ പോസ്റ്റിൽ ഒരാൾ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു അനന്തരാവകാശത്തിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് മൂപ്പര് സംസാരിക്കുന്നത്. അത് വേറൊരാളുടെ ഒരു അനുഭവം ഷെയർ ചെയ്തതാ. അതായത് ഒരു സ്ത്രീന്റെ ഭർത്താവ് മരിച്ചു, അപ്പം ഇവർക്ക് മക്കളില്ല. അപ്പോൾ ജീവിതകാലം വരെ പിന്നെ ഇവർക്ക് അധ്വാനിച്ചിട്ട് ആകെ ഉണ്ടായത് സ്വത്തായിട്ടുണ്ടായതൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ ഞാൻ ഭാര്യക്ക് എന്താ അവകാശമുള്ളത്? 8/1 അവകാശമുള്ള. അതെ, ആ 8/1 വന്നതിന്റെ ബാക്കിയുള്ളത് മുഴുവനും അവകാശങ്ങൾ ഈ ഭർത്താവിന്റെ സഹോദരനും അതേപോലെ അവർക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, അവർക്കും പോയി. ആ കിട്ടിയതിന്റെ 2/3 ഭാഗം ഈ സഹോദരന്, അതിന്റെ 1/3 ഭാഗം മറ്റേ ഭർത്താവിന്റെ സഹോദരിക്കും. ഇവർക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള ആകെ അവകാശം എന്ന് പറഞ്ഞാൽ 8/1 അവകാശം. താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവകാശാധികാരമൊക്കെ ഉപയോഗിച്ചിട്ടും കുറച്ച് വേണ്ടത്രങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ ഇടയിൽ ഒരു മുസ്ലിം വന്നിട്ട് കമന്റ് ചെയ്യാണ്, ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ അത് ഖുർആൻ പറഞ്ഞതാണ്, അതിനെ ചോദ്യം ചെയ്യൽ ഖുർആനെ അവഹേളിക്കലാണ്. അതെ അതെ അതെ. ഇവര് ഈ സംരക്ഷണ ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്വത്ത് കൊടുക്കണമെന്ന് പച്ച നുണ ഉളുപ്പില്ലാതെ പറയും. അങ്ങനെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ സ്വന്തം സഹോദരൻ മരണപ്പെട്ടാൽ ആ സഹോദരന്റെ ഭാര്യനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സ്വത്ത് വാങ്ങിക്കൊണ്ടുപോണ സഹോദരൻ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അത് പച്ച നുണ പറയും. അങ്ങനെ ഉത്തരവാദിത്വം അവർ അന്യ പുരുഷന്മാരും സ്ത്രീയും അല്ലേ, അവരെങ്ങനെ പരസ്പരം കാണാൻ മറമാറ്റി നിന്നിട്ടല്ലാതെ എങ്ങനെയാണ് ഒരു പരസ്പരം കാണല്? ഈ ജസ്റ്റിഫിക്കേഷൻ ഇങ്ങനെ പറയാ, മറ്റോന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് കിട്ടാനുള്ള നിയമം ഉണ്ടാടാ, നിയമം അത് വെച്ച് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. നുണ പറയണതാണ്, വെറും നുണയെ നുണ. അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റ് ആണ്, ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം അത് ഖുർആൻ പറഞ്ഞതാണ്, അതിനെ ചോദ്യം ചെയ്യൽ, അതിനെ അവഹേളിക്കലാണ്. അതായത് എന്ത് വൃത്തികേട് പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്താൽ അപ്പൊ അവഹേളിക്കൽ. അവഹേളിച്ചാൽ നമ്മളെ രാജ്യത്താണെങ്കിൽ കഴുത്തിന് മീതെ തല കാണൂല ഇതാണ്. എന്നിട്ട് ഇതിനൊക്കെ ഈ നൂറ്റാണ്ടിൽ ഇവിടെ ഇരുന്നിട്ട് ന്യായീകരിക്കുക എന്താ ചെയ്യുക. പിന്നെ അവസാനമായിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞ എങ്ങനെയാണ്, നമ്മൾ ഈ പറഞ്ഞ അവീതം കഴിഞ്ഞിട്ട് ഇവർ മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ സൂഫി ബോർഡിന്റെ ഉദ്ഘാടന പരിപാടിക്ക് സഹകരിച്ചവർ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം ഇത് മൊത്തം ബഹിഷ്കരിക്കണം. അപ്പോൾ ഇവരോട് സഹകരിക്കണോ, ഇവരുടെ പരിപാടി പങ്കെടുക്കണോ, ഇവരെ പരിപാടിക്ക് ഉദ്ഘാടനം കഴിക്കണോ, അതിന് സിയാറത്ത് നടത്തണോ എന്നുള്ളതൊന്നുമല്ല. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താ നമുക്കൊന്നും അറിയില്ല. ഇവരാരാണ്, ഇതെന്താണ്, ഇവര് ദേശീയ കേട്ടിട്ട് അത്ര വെടിപ്പായിട്ടൊന്നുമല്ല. അതിപ്പോ AP പറഞ്ഞൊക്കെ തന്നെ പോലും പറഞ്ഞിട്ടുള്ളൂ. നമ്മക്ക് സൂഫിയാണെങ്കിലും നമ്മക്ക് ഒരേ സാധനം. പക്ഷെ ഇത് ആ സാധനം വെച്ചിട്ട് അവിടെ കയറ്റാൻ പറ്റില്ല, ഓരോ ഭരിച്ചാൽ ഇവിടെ വെക്കാൻ പാടില്ല, ഓരോ കല്യാണം കഴിപ്പിച്ചാൽ അത് ആ ബന്ധം കലക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അതാണ് നമ്മളൊരു പ്രശ്നം. നമ്മൾ ഇവരുടെ ഈ പറഞ്ഞ ആൾക്കാർ ഇനി ഇവരുടെ അംഗപ്പന്മാരാണോ ഇനി കൊള്ളക്കാരാണോ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയില്ല. പക്ഷെ അത്ര വെടിപ്പായിട്ട് തോന്നണമില്ല. പക്ഷെ ഈ സാധനം, അതായത് നമ്മൾ ഒരേ സാധനത്തിന് ഇപ്പോൾ ഇവരുടെ ഒരാളുടെ അവകാശങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ
ഇതൊരു വ്യക്തിയുടെ അവകാശമാണ് അയാൾ കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളത്. ആ അവകാശം അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ പിന്നെ ഈ പഞ്ചായത്ത് നടത്തണ മാതിരി ഇതേപോലെ ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്ത മൂപ്പര് പഞ്ചായത്ത് അടുത്തത് അതെ പഞ്ചായത്ത് നടത്താനുള്ള ആഹ്വാനം നടത്തുകയാണ്. അതെ അതെ, ഡോഗ് വിസിലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഏതെങ്കിലും ഒരു മൈൻഡ് ഇതേപോലെ പോയി ആക്ട് ചെയ്തിട്ട് ഓനെ നാട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾ നമ്മള് സുബത്തുള്ള സക്കാഫി സാഹിബ് പറഞ്ഞാണെന്നും പറഞ്ഞാല് പോലീസുകാരെ പിടിച്ചകത്തിടും. പക്ഷെ ഇത് ദുൽമുണ്ടൊക്കെയാണ്. അതിന് നമ്മള് ഫിത്തിന, വലിയ ഫിത്തിനയാണ്. ഇതിപ്പോ നമ്മള് പറയും ഇസ്ലാമില് ഫിത്തിന എന്ന് പറഞ്ഞാല് ഓന് ശിർക്കാണ്. പക്ഷെ ഇയാളാണ് നാട്ടിൽ ഏറ്റവും വലിയ ഫിത്തിന ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിത്തിനയാണ് ഇപ്പൊ ഇത്. ഇത് വലിയ ഫിത്തിനയാണെന്നുള്ള ബോധം വേണം. നമ്മളിവിടെ ആരും പഞ്ചായത്ത് നടത്തിട്ടൊന്നുമില്ല. അപ്പൊ ഇജാതി ഫിത്തിന ഒഴിവാക്കി കൂടെ സക്കാഫി സാഹിബ്? നന്നായിക്കൂടെ ഒന്ന് എന്നാണ് നമ്മൾക്ക് ഇതില് പണ്ട് TK ഹംസ നമ്മളെ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞതാണ്, ഈ ഒരാളടുത്ത് കുറച്ച് എന്തെങ്കിലും അയാൾക്കൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായി, അങ്ങനെയാണെങ്കിൽ നമ്മളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. ഒരാളടുത്ത് കുടിക്കാൻ വെള്ളമില്ല അല്ലെങ്കിൽ തിന്നാൻ ഫുഡില്ല, നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക. പക്ഷെ ഒരാൾക്ക് ബുദ്ധി ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ? പഠിച്ചോൻ ബുദ്ധി കൊടുക്കാത്ത ടീമാണ് ലീഗുകാർ. നമ്മളിപ്പോൾ എന്താ കാട്ടാണ്? ഈ ജാതി മൂലന്മാരെ കാണുമ്പോൾ എനിക്ക് ആ ഡയലോഗ് ഇങ്ങനെ ഓർമ്മ വരും. ഒരു പടച്ചോണ്ടെങ്കിൽ ആ പടച്ചോനോടൊന്ന് ദ്വാരം നോക്കാന്നെങ്കിലും വിചാരിച്ചു. ഞാൻ ഇപ്പൊ എന്ത് കാട്ടും ഞാൻ പടച്ചോനെ? എള്ള ഉണങ്ങുന്ന എണ്ണൊക്കെയാണ്, പക്ഷെ ഈ ആട്ടുകാട്ടത്തിനെ ഉണങ്ങണം. അതേ കാര്യമാണ്. സിബത്തുള്ള സക്കാഫി എന്തിനാ ഉണങ്ങണം? നമ്മള് സിബത്തുള്ള സക്കാഫി നാട്ടുകാട്ടെന്ന് വിളിച്ചിട്ടില്ല കേട്ടോ, വിളിച്ചിട്ടില്ല. ഞങ്ങളെ തെറ്റ് പറഞ്ഞ് എന്റെ പേരിൽ അങ്ങനെ പള്ളം പറഞ്ഞിരുന്ന പഠിച്ച മറ്റേ മുജാഹിദ് ബാലുശ്ശേരി പണ്ട് വരണ്ടല്ലോ, ഞാൻ 2 പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങള് പടച്ചോൻ പെടൂല. ഈ മതം ഉപേക്ഷിച്ചാല് അപ്പൊ തന്നെ മനുഷ്യസ്നേഹം ഉണ്ടാവും അങ്ങനൊന്നും അഭിപ്രായം നമുക്കില്ല. അതൊക്കെ വളരെ തെറ്റായ കാര്യങ്ങളാ. പക്ഷെ ഒരു കാര്യം 100% അല്ലെങ്കിൽ 110% ഉറപ്പോടുകൂടെ തന്നെ പറയാൻ പറ്റും. മതം ചില മതങ്ങൾ ഉപേക്ഷിച്ചാലേ മനുഷ്യസ്നേഹം സാധ്യമാകുള്ളൂ. അതിൽപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് മനുഷ്യസ്നേഹം സാധ്യമല്ലേ അല്ല. നിങ്ങൾ എന്തൊക്കെ അതിനെ പെയിന്റ് അടിച്ചാലും എന്ത് ടൈപ്പ് പുട്ടിയിട്ടാലും ഈ നിയമം വെച്ചിട്ടാണ് ഈ സാധനം പറയുന്നത്. ഈ സാധനം ഇയാളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അതാണ് അതിന്റെ സാധനം. അതെ, അതാണ് നമുക്ക് അവസാനമായിട്ട് ഇവരുടെ ദേഷ്യം വരാനുള്ള സാധനം എന്ന് പറഞ്ഞാല് ഈ പൗരോഹിത്യത്തിനെതിരെയുള്ള ചോദ്യം ചെയ്യലാണ്. കാരണം മതമല്ല, ഇവരുടെ ഉദ്ദേശം എന്താണെന്നല്ല, പറഞ്ഞ ഡയലോഗുകൾ അതാണ്. അതായത് ഇവരെ പിടുത്തം പോയി. അതെ, ഇപ്പം അതായത് ഇവരെ കുട്ടികളെ നമ്മളെ കാളി കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞ ആ പിടുത്താണ് പോവുക. ഈ നിയമം മാറുമ്പോഴുള്ള പ്രശ്നം അതാണ്. അതായത് ഈ കാദീന്റെ പരിപാടി എല്ലാം കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകും. പിന്നെ ഇയാളെന്താ കേട്ടുക? ഇയാൾക്ക് ഇപ്പൊ ആരാ തട്ടുള്ള പിന്നെ ചോറ് കൊടുക്കുക? ഏത് അടിയില് ചോറ്, അതിന്റെ മുകളിൽ പപ്പടം, ഏത് അഞ്ഞിന്റെ വെള്ളം, അതിന്റെ മുകളിൽ ഉപ്പേരി, മീൻ പൊരിച്ച്. ഇത് നഷ്ടപ്പെടും. ഈ ചോറ് നഷ്ടപ്പെടണം. നല്ല റഹ്മത്ത് ഹോട്ടലിൽ ചെന്നാല് നല്ല ബിരിയാണി ഇട്ട് ഉസ്താദ്, അത് തിന്നൂടെ? ശമ്പളല്ലേ? ഇത് നാട്ടുകാരത് തിന്നാൻ വേണ്ടിട്ട് നല്ല ബീഫ് ബിരിയാണിയോ നല്ല പേരകളിൽ പോയിട്ട് നല്ല ചിക്കൻ ബിരിയാണിയോ ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ബ്രോസ്റ്റ് ഉണ്ടാക്കി തരാം, ചെമ്മീൻ ഉണ്ടാക്കി തരാം. പിന്നെ ഇവരൊക്കെ ഈ അധികാരം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ പൗരോഹിതന്മാർ. അതാണ് ഈ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൊളയ്ക്കുന്നത്. ഇങ്ങനെ പൊളയ്ക്കുക. ഏത് മനുഷ്യന്മാർക്ക് അറിയാം ഏത് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ. ഇവിടെ നിയമമുണ്ട്, ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലല്ലേ? നിങ്ങളെ ഈ ഗുദാമിലെ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ആൾക്കാരെ ഇനി നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇത് അനാവശ്യമായിട്ട് കയറി ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അല്ലേ? നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ലക്കും ദീനക്കും വലിയ ദീൻ. അതെ, അതാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അത് മനസ്സൂക്കാണെങ്കിലും ഞമ്മക്ക് നല്ല പോയിന്റാ. അതെ, ലക്കും ദീനക്കും വലിയ ദീന്. നിങ്ങളെ ദീനിലും നിങ്ങളൊന്ന് നോക്കുക. അല്ല, ഓല ദീനിലില്ല. അല്ല, നിങ്ങളെ ദീന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോക്കുക. അത് നിർത്തിക്കുക. അതെ, അപ്പൊ അത്രയും പറഞ്ഞോണ്ട് നിർത്തുകയാണ്. അപ്പൊ ഇതുവരെ നമ്മളെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.